നമ്മൾ ആദ്യം പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഒബ്ജക്ഷൻ നമ്മൾ ഈ ലൈവ് വീഡിയോകളിലൂടെ ചെയ്യുന്ന ഈ മിനിസ്ട്രിയെ കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. പല ഫോറങ്ങളിൽ അത്തരം ഒബ്ജക്ഷൻസ് ഉയരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒബ്ജക്ഷൻ ഉള്ളവർക്ക് വേണ്ടി ആദ്യം ഒരു വിശദാംശം പല പ്രാവശ്യം ഞാൻ പറഞ്ഞാണെങ്കിലും പറയുകയാണ്. ഇവിടെ ഈ ലൈവ് വീഡിയോകളിലൂടെ പറയുന്നത് ഞാൻ കണ്ടെത്തിയിട്ടുള്ള ബോധ്യങ്ങളാണ്. ദൈവ അന്വേഷണം മനുഷ്യന്റെ, അത് നമ്മൾ സുറിയാനി സഭയുടെ പിതാക്കന്മാരെ നോക്കുമ്പം ബാറബ്രായയുടെ രചനകളും മാർ യാക്കോബിന്റെ രചനകളും ഒക്കെ നോക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു പോകുന്നത്. മാർ യാക്കോബ് അതേക്കുറിച്ച് വളരെ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു വീട് കാണുമ്പോൾ ആ വീട് നിർമ്മിച്ച ഒരാളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളെ ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു വീട് കാണുന്നു. ഒരുപക്ഷെ ആ വീട്ടിലാരും കാണണമെന്നില്ല, അല്ലെങ്കിൽ ആ വീട് നിർമ്മിച്ച ആൾ ആ പരിസരത്ത് ഉണ്ടാകണമെന്നുമില്ല. എങ്കിലും ഒരു വീട് കാണുമ്പോൾ ആ വീടുണ്ടാക്കിയ ഒരാളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. പ്ലാൻ വരച്ച ഒരാള്. ഈ ആശയമാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ഏത് ഭവനവും ചമപ്പാൻ ഒരുവൻ വേണം. ഭവനം ചമച്ചവന് ഭവനത്തെക്കാളും അധികം മാന്യതയുണ്ട്. മാർ യാക്കോബ് തുറന്നു പറയാം. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു സൃഷ്ടാവ് ഉണ്ട്. തുടർന്ന് തൻ്റെ ദൈവാന്വേഷണത്തിന്റെ നാൾവഴി പുസ്തകം തൻ്റെ രചനകളിൽ താൻ വെളിപ്പെടുത്തുമ്പോൾ, അപ്പൊ ഈ സൃഷ്ടാവിനൊരു ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ താൻ സൃഷ്ടിക്കപ്പെട്ട ഒരു ദിവസമുണ്ടെങ്കിൽ തന്നെ സൃഷ്ടിച്ചവൻ, വിളിച്ചു വരുത്തിയവൻ മറ്റൊരുവൻ വേണം. അങ്ങനെ വരുമ്പോൾ അവനെ സൃഷ്ടിച്ച മറ്റൊരുവൻ വേണം. ഇതിനെയാണ് അന്തമില്ലാത്ത വംശാവലി എന്ന് തിമോത്തിയോസിന് എഴുതുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്നത്. ഈ അന്തമില്ലാത്ത വംശാവലി എന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ വംശാവലിയെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഗ്രീക്കുകാർക്ക് ഒത്തിരി വംശാവലി ഉണ്ടായിരുന്നു. ആ ദൈവത്തെ സൃഷ്ടിച്ച മറ്റേ ദൈവം, ആ ദൈവത്തെ സൃഷ്ടിച്ച അതിന്റെ മുകളിലത്തെ ദൈവം, ആ ദൈവത്തെ സൃഷ്ടിച്ച അതിന്, അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഏറ്റവും ഒടുവിൽ നമ്മൾ ചെല്ലുമ്പോൾ സ്വയം സ്ഥിതനായ ഒരു ദൈവത്തിൽ ചെന്നേ മതിയാവൂ. ദൈവം സ്വയം സ്ഥിതനാണെന്നുള്ള നിഗമനത്തിലേക്ക് താൻ എത്തിച്ചേരുന്ന വഴികളെ കുറിച്ചാണ് മാർ യാക്കോബ് പറയുന്നത്. സ്വയം സ്ഥിതനായ ദൈവം, ആരും സൃഷ്ടിച്ച ഒരു ദൈവമല്ല, സ്വയം സ്ഥിതനായ ദൈവം. ആദ്യമുള്ളവന് ദൈവമാകാൻ പറ്റത്തില്ല, അന്തമുള്ളവനും ദൈവമാകാൻ പറ്റത്തില്ല. അപ്പൊ ആദിയും അന്തവും ഇല്ലാത്ത ഒരു ദൈവം. ആദിയും അന്തവും ഇല്ലാത്ത ഒരു ദൈവം, ഇതാണ് യാക്കോബ് പറയുന്നത്. അപ്പൊ തന്റെ ദൈവശാസ്ത്ര ബോധ്യങ്ങൾ, വികാസ പരിണാമങ്ങളിലൂടെ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനോഹരമായിട്ട് ആ സഭാപിതാവ് എഴുതിയിരിക്കും, നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് ദൈവാന്വേഷണം. ഇപ്പൊ ദൈവം എങ്ങനെ മനുഷ്യവർഗത്തോട് ഇടപെട്ടു, ദൈവം ഓക്കെ ബോൾഡ്രിൻ, ഈ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ഹൈന്ദവ സഹോദരനുമായിട്ട് ചാറ്റ് ചെയ്തപ്പം ഈ ഹൈന്ദവ സഹോദരൻ പറയാണ്, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഷിബു പാസ്റ്ററിന്റെ സുവിശേഷം കേൾക്കൂന്ന്. ഷുവറായിട്ടും. കാരണം ഗ്ലോറിയസ് ഗോസ്പല് മതപരമായ അതിർത്തികളെ ഭേദിച്ചിരിക്കുന്നു എന്നുള്ളൊരു സത്വർത്തമാനമാണ് ഇന്ന് ഗ്ലോറിയസ് ഗോസ്പൽ ഫോളോ ചെയ്യുന്ന ഇപ്പൊ തുടങ്ങും വിമർശകന്മാർ.
ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, അതുപോലെ ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട്. ഈ അമേരിക്കയിൽ നിന്ന് തന്നെ ഏകദേശം 10ഓളം ഈ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഹിന്ദു യുവാക്കളുണ്ട്. ഗ്ലോറിയസ് ഗോസ്പൽ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന എന്നെ വിളിക്കാറുണ്ട്. അതിലൊരു സഹോദരൻ്റെ വിവാഹം 2 മാസം മുമ്പ് കഴിഞ്ഞിരുന്നു. അവരെ ഒത്തിരി ആളുകൾ ഫോളോ ചെയ്യുന്നു. ഇറ്റ്സ് എ ഗ്ലാഡ് ന്യൂസ്. കാരണം ഇത് സർവ്വ ജനത്തിനുമുള്ള ഒരു സന്തോഷമാണ്. ദ ട്രൂ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് മതപരമായ അതിർത്തികൾക്ക് ട്രാൻസെൻഡ്സ് ഓൾ ബൗണ്ടറീസ്. ദാറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ്. അതാണ് ട്രൂ ഗോസ്പൽ. നമ്മൾ ട്രൂ ഗോസ്പലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ താങ്ക് യു ഫോർ സെൻഡിങ് ദി സ്ക്രീൻഷോട്ട്. ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു തന്നുള്ളൂ. കാരണം ഇത് ഈ ട്രൂ ഗോസ്പൽ അത് ഇറ്റ് ഈസ് ഫോർ ഓൾ പീപ്പിൾ. അപ്പൊ ദൈവം മനുഷ്യനെ സന്ധിക്കാൻ വേണ്ടി ദൈവത്തിന്റെ പുത്രനെ അയച്ചു. ദൈവം ആ സഭ ദൈവപുത്രൻ തുടങ്ങിയപ്പോൾ നമ്മൾ അതേക്കുറിച്ച് ഗൗരവമായിട്ട് പഠിക്കുമ്പോൾ ഇന്ന് കാണുന്ന ഈ വൈരുദ്ധ്യങ്ങൾ, പെന്റക്കോസ്റ്റലിസം, അതിലായിരുന്നു ഞാൻ ഉൾപ്പെട്ടു നിന്നിരുന്നത്. അപ്പൊ അതിന്റെ അപര്യാപ്തതകൾ, വൈരുദ്ധ്യങ്ങൾ, പാകപ്പിഴകൾ, പൊരുത്തക്കേടുകൾ, ഡിസ്ക്രിപ്പൻസീസ്, കോൺട്രഡിക്ഷൻസ്, ഇതെല്ലാം നമ്മൾ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇത് ദൈവത്തിൻ്റെതാണെങ്കിൽ ഇങ്ങനെ വരുന്നൊരു ചിന്തയാണ് നമുക്ക് തുടങ്ങിയത്. അപ്പൊ ആ ചിന്തയിൽ നിന്ന് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ട്രൂ ചർച്ച് എവിടെയെന്ന് അന്വേഷിക്കും. അതേ തുടർന്നാണ് അപ്പോസ്തോലിക സഭ എന്ന മഹാ യാഥാർത്ഥ്യം കണ്ടെത്തിയത്. അതുകൊണ്ട് അപ്പോസ്തോലിക സഭയുടെ പ്രസക്തി, അതേക്കുറിച്ച് അപ്പോസ്തോലിക സഭകളിൽ നിന്ന് പെന്റക്കോസ്റ്റൽ ചതിക്കുഴികളിൽ വീണ് കിടക്കുന്ന സഹോദരങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ലൈവ് സീരീസ് തുടങ്ങിയത്. അതുകൊണ്ട് അപ്പോസ്തോലിക സഭകളിൽ ഓൾറെഡി അംഗങ്ങളായിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ ഇതേക്കുറിച്ച് ഒട്ടും ബോധർ ചെയ്യണ്ട എന്ന് ഞാൻ പിന്നെ ഓർപ്പിക്കുകയാണ്. ഈ മെസ്സേജ് മുഴുവൻ അപ്പോസ്തോലിക സഭകളിൽ നിന്ന് ഡിനോമിനേഷൻസിൽ പെട്ടിരിക്കുന്ന, അത് ചർച്ചുമുണ്ട്, ഡിനോമിനേഷനുമുണ്ട്. ചർച്ച എന്നാൽ യേശുക്രിസ്തു സ്ഥാപിച്ചതും അപ്പോസ്തലന്മാരാൽ പരിപാലിക്കപ്പെട്ടതും അപ്പോസ്തോലിക കൈവപ്പും പിന്തുടർച്ചയും ഉള്ളതുമാണ് ചർച്ച്. ഡിനോമിനേഷൻ എന്ന് പറഞ്ഞാൽ ചർച്ചിൽ നിന്നും വേർപെട്ടിട്ടുള്ള വിവിധ ഗ്രൂപ്പുകളെയാണ് ഡിനോമിനേഷൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ചർച്ച് തമ്മിൽ കമ്മ്യൂണിയൻ ഉണ്ട്. ഇപ്പൊ ചർച്ചും ഡിനോമിനേഷൻസും ഉണ്ട്. ഞാന് ചർച്ചിൽ നിന്ന് ഡിനോമിനേഷൻസിൽ പെട്ടിരിക്കുന്ന, ഉദാഹരണം പറഞ്ഞാൽ ഒരു വലിയ കപ്പലും ആ കപ്പലിന് ചുറ്റും കുറെ ചങ്ങാടങ്ങളും. ഇപ്പൊ കപ്പലിലുള്ളവരുമുണ്ട്, ചങ്ങാടങ്ങളിൽ ഉള്ളവരുമുണ്ട്. ഈ ചങ്ങാടങ്ങളിൽ ഉള്ളവരോട് ഈ ചങ്ങാടത്തിൽ തുടരുന്നതിന്റെ അപകടവും അസാംഗത്യവും ബോധ്യപ്പെടുത്തുവാൻ ഉള്ള ഒരു പരിശ്രമമാണ് ഈ നടക്കുന്നത്. അതുകൊണ്ട് കപ്പലിലിരിക്കുന്നവര് ഇതേക്കുറിച്ച് ബോധർ ചെയ്യേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിൽ ബോധമായിട്ട് കുറെ വോയിസ് ക്ലിപ്പുകളൊക്കെ എനിക്ക് ആളുകൾ അയച്ചത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഉത്കണ്ഠയൊക്കെ ഉള്ളത്, അങ്ങനെ ഈ വോയിസ് ക്ലിപ്പ് ഒന്നും അയക്കുന്നവർക്ക് മുഖവും രൂപവും ഒന്നും ഇല്ലെന്നുള്ളത് വളരെ എന്നെ ദുഃഖിപ്പിക്കുന്നു. കാരണം നിങ്ങൾക്കൊരു കാര്യം പറയുമ്പോൾ സ്വന്തം മുഖത്തോടെ ശബ്ദത്തോടെ വന്ന് പറയാൻ പോലും ത്രാണി ഇല്ലാത്തവരായി പോയല്ലോ എന്ന് നമ്മുടെ നാടോടിക്കാറ്റിനകത്തെ നമ്മുടെ മാമുക്കോയുടെ കഥാപാത്രം വിലപിക്കുന്ന പോലെ അന്തോണി നായർക്ക് ഈ ഗതി വന്നല്ലോ എന്ന് മാത്രമേ ഈ സെന്റ് പോൾസ് എന്ന മിഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? സെന്റ് പോൾസ് മിഷൻകാരൊക്കെയാണ് ബുദ്ധിമുട്ട്. നിങ്ങൾ ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല, ഇത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. പെന്റക്കോസ്റ്റൽ ചെങ്ങാടങ്ങളിൽ ഇരിക്കുന്ന ആളുകളോടുള്ള മെസ്സേജാണ്. ഇറ്റ്സ് എ മിനിസ്ട്രി, അതിർക്ക് വേണ്ടിയുള്ള മിനിസ്ട്രിയാണ്. നിങ്ങളെ പോലെയുള്ള വരേണ്യവർഗത്തിന് വേണ്ടിയുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നില്ല. അപ്പൊ ഇവിടെ അപ്പോസ്തോലിക അടിസ്ഥാനം, സഭ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേലാണ് പണിതിരിക്കുന്നത്. അപ്പോൾ ഒരു സഭയ്ക്ക് എപ്പോഴും അപ്പോസ്തലൻ ഉണ്ടായിരിക്കണം. അപ്പോസ്തോലിക അടിസ്ഥാനത്തിലാണ് സഭ പണിയുന്നത്. അതുകൊണ്ട് ഈ അപ്പോസ്തോലിക
അടിസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. എഫേസ്യർ 4-ാം അധ്യായത്തിൽ പറയുകയാണ്, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. പിതാവായ ദൈവത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹായുടെ ധാരണ പറയാണ്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ബൈബിൾ ഉള്ളവർ ദയവായിട്ട് ബൈബിൾ ഓപ്പൺ ചെയ്തിട്ട് എഫേസ്യർ 4-ാം അധ്യായം 6-ാം വാക്യം എടുക്കുക. അവിടെ നമ്മൾ ആദ്യം നിങ്ങൾ ബോധ്യപ്പെടേണ്ട ഒരു വിഷയം, ഈ പിതാവായ ദൈവം എന്ത് ചെയ്യുന്നു? എല്ലാവരിലും ഇരിക്കുന്നു. പിതാവായ ദൈവം എല്ലാവരിലും ഇരിക്കുന്നു. ആ വാക്യം പറയുകയാണ്. നമുക്ക് പ്രതിഷേധം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം നമ്മുടെ യാഥാസ്ഥിതിക മനസ്സ് പ്രതികരിക്കും, പ്രതിഷേധിക്കും, പ്രതിരോധിക്കും. ശുപാഷ പറഞ്ഞത് അല്പം കടന്ന കൈയായി പോയി, പിൻവലിക്കണം. ശരി, എല്ലാവരും എന്ന് അവിടെ പൗലൂസ് ഉദ്ദേശിക്കുന്നത് എല്ലാ വിശ്വാസികളും എന്നാണ്. ക്രിസ്ത്യാനികൾ എന്നാണ്. ആട്ടെ, ചിലപ്പോ സ്ട്രിക്റ്റ് ഹോളിനെസ് ഗ്രൂപ്പുകാർ പറയുന്നത് ഹോളിനെസ്സുകാരെ കുറിച്ചാണ്, പെന്തക്കോസ്റ്റുകാരെ കുറിച്ചാണ്, വേർപെട്ടവരെ കുറിച്ചാണ്. എല്ലാവരിലും ദൈവം ഇരിക്കുന്നു എന്ന് പൗലോസ് ശ്ലീഹ അവിടെ പറയാണ്. എഫേസ്യർ 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എല്ലാവരിലും ഇരിക്കുന്നവനായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. He's the God of all and He's the Father of all. ഈ ഓൾ എന്നുള്ളത് നിർവചിക്കണം. ഓൾ എന്നുള്ളത് ആരാ? ഓൾ. ഈ എല്ലാവരും എന്നുള്ളത് പെന്തക്കോസ്തുകാര് ആണ് എന്ന് നമ്മൾ തർക്കത്തിന് വേണ്ടി സമ്മതിക്കും. അല്ലെ പോട്ടെ, വിശ്വാസികളാണ്. വിശ്വാസികളിലാണ് പിതാവായ ദൈവം വസിക്കുന്നത്. ശരി, തൊട്ട് പുറകോട്ട് വായിക്കാം. എല്ലാവർക്കും, തുടങ്ങുന്ന എങ്ങനെയാ? എല്ലാവർക്കും മീതെയുള്ളവൻ. ഇനി നിങ്ങൾ പറ, ദൈവം ആരുടെയൊക്കെ മീതെയാണ്? അതിന്റെ അർത്ഥം എന്താണ്? ദൈവം പെന്തക്കോസ്തുകാർക്ക് മുകളിലാണ്, അല്ലെ ക്രിസ്ത്യാനികൾക്ക് മുകളിലാണ് എന്നാണ്. അത് പറയുമ്പോ പറയൂ, അതെല്ലാ മനുഷ്യർക്കും മുകളിലാ. ഒറ്റ വാക്യം നോക്കണം. ഒരു വാക്യത്തിൽ പറയുമ്പോൾ ഒരിടത്ത് എല്ലാവരിലും എന്ന് പറയുമ്പോൾ അതെല്ലാ മനുഷ്യരും. പക്ഷെ ആ എല്ലാവരിലും ആ ദൈവം വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വാസികളിൽ മാത്രം. അതിന്റെ പേരാണ് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ ഇരട്ടത്താപ്പ്. മനസ്സിലാകുന്നുണ്ടോ? ഇരട്ടത്താപ്പ്. ഇവിടെ പറയാണ് എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും. അപ്പൊ എല്ലാവരിലും കൂടെ പ്രവർത്തിക്കുന്ന ആരാണ്? ദൈവമാണ്. ദൈവം എല്ലാവരിലും കൂടെ പ്രവർത്തിക്കുന്നു. നമ്മൾ സമ്മതിക്കത്തില്ല. അപ്പൊ എല്ലാവർക്കും മീതെയുള്ളവനും. അപ്പൊ ഈ മതമൗലികവാദികൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട ഇതാണ്, ഈ 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എല്ലാവരിലും ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വാസികളിൽ മാത്രമാണ് എന്ന വാദം അവർ ഉന്നയിക്കുമ്പോൾ, അതേ വാക്യത്തിൽ തൊട്ടുമുകളിൽ പിന്നെ പറയുന്ന എല്ലാവർക്കും മീതെയുള്ളവൻ എന്ന് പറയുമ്പോൾ ഈ ദൈവം വിശ്വാസികളുടെ മാത്രം മുകളിലുള്ള ദൈവമാണെന്ന് നിങ്ങൾ
സമ്മതിക്കണം. അപ്പൊ വിശ്വാസികളുടെ മാത്രം മുകളിൽ ഇരിക്കുന്ന ഒരു കുട്ടി ദൈവത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്, ഒരു ഗോത്ര ദൈവത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്, ഒരു പ്രാദേശിക മൂർത്തിയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ഗ്ലോറിയസ് ഗോസ്പൽ പ്രസംഗിക്കുന്നത് സകലവർക്കും മീതെയുള്ള സകലത്തിന്റെയും സൃഷ്ടാവായ, ദൃശ്യമായതും അദൃശ്യമായതും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഇപ്പോഴുള്ളതും വരുവാനുള്ളതും സകലത്തിന്റെയും സൃഷ്ടാവും കാരണഭൂതനുമായ സർവശക്തിയുള്ള പിതാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ദൈവം, അവൻ എല്ലാവർക്കും ദൈവവും എല്ലാവർക്കും പിതാവുമാണ്. അതാണ് യൂണിവേഴ്സൽ ആയിട്ട് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇടുക്കമുണ്ട്, മോർ എക്സ്ക്ലൂസീവ് വ്യൂ ആണ്. ഇപ്പൊ ട്രൂ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് ആണ്. പൗലുസ്ലിയ പറയണ എല്ലാവർക്കും മീതെയുള്ള ദൈവം. എല്ലാവർക്കും മീതെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മീതെ. അപ്പൊ ദൈവം ആർക്കൊക്കെ മീതെയാണോ അവരെല്ലാവരിലും കൂടെ ആ ദൈവം പ്രവർത്തിക്കുന്നു. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുകയാണ്. അവിടെ പറയാണ് എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും. അപ്പോൾ ഈ ദൈവം ആരുടെയൊക്കെ മീതെയാണോ അവരിലൂടെ എല്ലാം ആ ദൈവം വ്യാപരിക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ഇതിപ്പോ ഒരു കമ്പനി ജോലി ചെയ്യുന്ന ആളുകളുടെ ആ കമ്പനിയുടെ മാനേജർ എന്ന് പറയുമ്പം ഒരിടത്ത് ഞാൻ ഇരുന്ന സമയത്ത് കുറെ ആളുകൾ ചുറ്റിരിപ്പോ ഒരു കാർ അതിലെ പോയപ്പോ എന്റെ ചുറ്റും ഇരുന്നവരെല്ലാം ചാടി എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റില്ല, എനിക്ക് മനസ്സിലായില്ല. കാരണം അവരുടെ കമ്പനിയുടെ മാനേജറാണ് അതുവഴി പോയത്. അവരെല്ലാം സബ്ജക്റ്റീവ് ടു ഹിസ് ഓർഡേഴ്സ് ആണ്, ഓർഡർലീസ്. ബഹുമാനിച്ചേ മതിയാവും, ബഹുമാനിച്ചേ മതിയാവും. എനിക്കെന്തോ ഞാൻ അതുമായിട്ട് ഒരു ബന്ധവുമില്ല, എനിക്ക് അയാളെ അറിയത്തില്ല. അവരുടെ മീതെ ഉള്ളവനാണ്. ഇപ്പൊ ദൈവം ആരുടെ മീതെ ഉള്ളവനാണ്? ഇപ്പൊ നിങ്ങളുടെ കമ്പനിയുടെ ബോസിനെ ഞാൻ ബഹുമാനിക്കണമെന്ന് എന്നോട് വന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന അത്ര അപഹാസ്യമായ സുവിശേഷമാണ് പെന്തക്കോസ്തുകാരുടെ സുവിശേഷ പ്രചരണം. കാരണം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിങ്ങളുടെ ഡ്രമ്മിനനുസരിച്ച് തുള്ളുകയും ചെയ്യുന്ന ഒരു പ്രാദേശിക മൂർത്തിയായിട്ട് ഒരു കുട്ടി ദൈവം, ഒരു ഗോത്ര ദൈവം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നാട്ടുകാരെല്ലാം ആ ദൈവത്തെ ബഹുമാനിച്ചോണം. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ മാർക്കറ്റ് ചെയ്യുക. പക്ഷെ ട്രൂ ഗോസ്പൽ അതല്ല. ആകാശത്ത് ഒരു സൂര്യനേ ഉള്ളൂ, അതിന്റെ അർത്ഥം ഒരു ദൈവമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഹിന്ദു സൂര്യനും ഒരു ഇസ്ലാമിക സൂര്യനും ഒരു ഇളം പച്ച നിറത്തിലൊരു സൂര്യൻ, കുങ്കുമ നിറത്തിലൊരു സൂര്യൻ, നമ്മുടെ കെ എബ്രഹാം പറയുന്നല്ലേ തനി വെള്ള നിറത്തിലൊരു സൂര്യൻ. ഇങ്ങനെയുള്ള സൂര്യനൊന്നും അവിടെ ഇല്ല, ഒറ്റ സൂര്യനേ ഉള്ളൂ. There is only one God. അതുകൊണ്ടാണ് പൗലുസ്ലിയ പറയുന്നത് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്. ഇതാണ് ട്രൂ ചർച്ച്. ഇതാണ് ട്രൂ ചർച്ച്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്. കർത്താവ് ഒരുവൻ, ആത്മാവൊന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, പ്രത്യാശ ഒന്ന്. ഈ ഒന്നിൽ അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പോസ്തോലിക സഭകളുടെ ഐക്യം. അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ ഒരു അംഗത്തെ കാണുമ്പോൾ ഒരു ഓർത്തഡോക്സ് പുരോഹിതന്റെ കൈ ധരിക്കത്തില്ല, ഇവനെ ഒന്ന് മുക്കിയാലോ എന്ന് ചിന്തിക്കത്തില്ല. കാരണം സ്നാനം ഒന്ന്, പ്രത്യാശ ഒന്ന്. പക്ഷേ ഒരു കത്തോലിക്കനെയോ ഒരു ഓർത്തഡോക്സുകാരനെയോ കാണുമ്പോൾ തൊട്ട് പെന്തക്കോസുകാരി അമ്മാമയ്ക്ക് അങ്ങ് കിരികിരിപ്പ് തുടങ്ങും, അച്ചായനും വിഷമം തുടങ്ങും, പാസ്റ്റർക്കും വിഷമം തുടങ്ങും. എങ്ങനെ ഇവനെ എന്ത് ചെയ്യണം? വീണ്ടും മുക്കിയെടുത്ത് നമ്മുടെ കൂട്ടത്തിൽ കയറ്റണം, മതപരിവർത്തനം നടത്തണം, വേർപാടെന്നാ പറയുന്നത്, വേർപെടുത്തണം. അപ്പൊ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം എന്നാണ് പൗലുസ്ലിയ പറഞ്ഞിരിക്കുന്നത്. ഇവരെവിടെയാ തിരുവെഴുത്ത് അംഗീകരിക്കുന്നത്? ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ സഭകൾ തമ്മിലുള്ള ഐക്യമാണ്. ആ ഐക്യമുള്ളതാണ് ഇവിടെ അപ്പോസ്തോലിക സഭകളുടെ ഐക്യം. അതാ വിശുദ്ധന്മാരുടെ സംസർഗം.
കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പും എങ്ങനെ ഓർത്തഡോക്സുകാരെ മാമോദിസ കൊടുത്ത് അവരുടെ കൂടെ ചേർക്കണമെന്ന് ചിന്തിക്കുന്നില്ല. അതാണ് ട്രൂ ചർച്ച്. ബാക്കിയൊക്കെ ഡിനോമിനേഷൻസ് ആണ്. എന്നിട്ട് ഈ ഡിനോമിനേഷൻസിൽ പെട്ടവര് ഇപ്പോൾ അങ്ങ് കടന്ന് ചിലക്കാണ്. ചർച്ച് എന്നാണ് അവർ പറയുന്നത്. യു ഡോണ്ട് ബിലോങ് ടു ദ ചർച്ച്. അപ്പൊ അതുകൊണ്ട് പെന്റക്കോസ്റ്റൽ ഗ്രൂപ്പുകളിൽ പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികൾ മനസ്സിലാക്കണം, നിങ്ങൾ സഭയുടെ അംഗങ്ങളല്ല. നിങ്ങൾക്ക് സഭയുമായി ബന്ധമില്ല. കാരണം സഭ അപ്പോസ്തോലികമാണ്. അപ്പൊ അപ്പോസ്തോലികമായിട്ടുള്ളതാണ് സഭ. നിങ്ങളുടേത് വിഘടിത ഗ്രൂപ്പാണ്, റിബല്യസ് ഗ്രൂപ്പാണ്. റിബല്യസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മത്സരികൾ എന്ന് പറയും. അത് അവരുടെ തന്നെ നാമമായിട്ട് അവർ പ്രൊട്ടസ്റ്റൻസ് എന്ന് എഴുതും. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ സമരം എന്നാണ് അർത്ഥം, അല്ലെ? പ്രൊട്ടസ്റ്റ് നടക്കുന്നു. അപ്പൊ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരാണ് പ്രൊട്ടസ്റ്റൻസ്. കണ്ടിന്യൂസ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിന്റെ ഐക്യത എങ്ങനെ കാക്കണം? ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം. പൗലോസ് പറയാണ് എഫേസ്യ ലേഖനം 4 ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കണം. അപ്പൊ ഈ സമാധാന ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യത കാപ്പാൻ ശ്രമിക്കുന്നതാണ് സഭയുടെ കൗൺസിലുകൾ. അതിനാണ് അവർ കണ്ടിന്യൂസ് ഡയലോഗിൽ ഏർപ്പെടുന്നത്. നമുക്കറിയാം കത്തോലിക്ക സഭയിൽ നിന്നുള്ള കുറെ പ്രതിനിധികൾ ഈ കഴിഞ്ഞ വർഷം കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നമുക്കറിയാം ഞാലിയാകുഴി ദേറായിൽ വെച്ച് അവർ ചർച്ച നടത്തുന്നത് നമ്മൾ കണ്ടു. അതിന്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ കണ്ടു. ഓർത്തഡോക്സ് സഭയുമായിട്ട് കത്തോലിക്ക സഭ ഡയലോഗ് നടത്തുന്നു. കാരണം അത് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക എന്ന് 2000 വർഷം മുമ്പ് അവരുടെ അപ്പോസ്തലൻ അവരോട് പറഞ്ഞതിനെ 2000 വർഷത്തിനിപ്പുറത്തും ശിരസ വഹിച്ചുകൊണ്ട് അവർ ആ സമാധാനത്തെ എന്ത് ചെയ്യാണ്? ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞ് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവരാണ് ദൈവമക്കൾ. അല്ലാതെ വീടുകളിൽ ന്യൂണ് കയറി അവിടുന്ന് ഒരാളെ ചാടിച്ച് ആ കുടുംബത്തിൽ ചിത്രത ഉണ്ടാക്കി അവരെ കൊണ്ട് നടന്ന് വീണ്ടും അടുത്ത കുടുംബത്തിൽ ചിത്രത ഉണ്ടാക്കാൻ നടക്കുന്ന നിങ്ങളല്ല ദൈവമക്കൾ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ സമാധാനം എങ്ങനെയാണ്? ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണം. ഈ അമേരിക്കയിൽ എന്നെ എതിർക്കുന്ന ഒരാളുണ്ട്. പരസ്യമായിട്ടൊന്നുമല്ല, കവറിട്ടാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ മിക്കവാറും യൂട്യൂബ് വീഡിയോയിലൊക്കെ കീഴെ വന്ന് കമന്റുകൾ എഴുതും എതിരായിട്ട്. എനിക്ക് ആളെ നല്ലപോലെ അറിയാം. ആള് പത്തനംതിട്ട ജില്ലക്കാരനാണ്. പത്തനംതിട്ട ജില്ലയിലെ ഒരു ഓർത്തഡോക്സ് സഭയിലെ അംഗമായിരുന്നു അദ്ദേഹം. ഓർത്തഡോക്സ് സഭയുടെ തന്നെ ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. ഒരു വിസിറ്റിംഗ് വിസ തരപ്പെട്ട് അമേരിക്കയിൽ എത്തുവാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു 30 വർഷം മുമ്പ്, 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരുവാൻ സാധിച്ചു. എന്തോ ഒരു കോഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പെർമനന്റ് വിസ ഒന്നും അല്ലായിരുന്നു. അമേരിക്കയിൽ വന്ന് അമേരിക്കയിലെ കാറ്റടിച്ചപ്പോൾ തിരിച്ചു പോകാൻ തോന്നിയില്ല. തിരിച്ചു പോകാൻ സമയമാകും തോറും ഇദ്ദേഹത്തിന് വെപ്രാളമായി, ഇവിടുന്ന് പോണമല്ലോ. തിരിച്ചു പോകാൻ തോന്നാത്ത ഒരു സ്വഭാവമുണ്ട്. ആ കാര്യത്തിലും അപ്പോസ്തലിക സഭകള് മാതൃകയാണ്. ഒരു പെന്തക്കോസ്തിലെ പാസ്റ്റർ അമേരിക്കയിൽ വന്നാൽ, വിസിറ്റിങ്ങിന് വന്നാൽ പോലും ഒരിക്കലും തിരിച്ചു പോകാറില്ല. മിമിക്രി ട്രൂപ്പുകാർ വന്നാൽ തിരിച്ചു പോകാറില്ല. അവരിവിടെ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് പാത്രം മെഴുക്കാനൊക്കെ നിൽക്കും. വിദ്യാഭ്യാസം ഇല്ലാത്തവർ അങ്ങനെയൊക്കെ ഇവിടെ തന്നെ തങ്ങാൻ നോക്കും. ആൻഡ് ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്നുള്ളൊരു പേരാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ കഥാപാത്രം, ഈ സ്കൂൾ അധ്യാപകൻ ഒരു ഇല്ലീഗൽ ഇമിഗ്രൻ്റായി മാറുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു ന്യൂയോർക്കിൽ. അത് പെന്തക്കോസ്തുകാരിയാണ്, അസംബ്ലീസ് ഓഫ് ഗോഡുകാരിയാണ്. തനി പത്തരമാറ്റ് അല്ലെങ്കിൽ പുതിയ ഭാഷയിൽ 916 പെന്തക്കോസ്തുകാരിയെ കല്യാണം കഴിച്ചു. അങ്ങനെ അവരുടെ കൂടെ കൂടി കാലക്ഷേപം കഴിച്ചു. വർഷങ്ങളുടെ നീക്കത്തിൽ അവർക്ക് മക്കളൊക്കെ ഉണ്ടായി. ഇവിടെ നല്ല ജോലി കിട്ടി, ധാരാളം പണം ഉണ്ടായി, 3-4 വീട് മേടിച്ചു, സുഖമായിട്ട് ജീവിച്ചു വരുമ്പോഴാണ്
ഗ്ലോറിയസ് ഗോസ്പൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തെക്കുറിച്ചും അതിന്റെ തിയോളജിയെക്കുറിച്ചും അതിലെ മൂല്യത്തെക്കുറിച്ചും ഒക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഇദ്ദേഹം എന്നെ ഫോൺ വിളിച്ചു. വളരെ നല്ലതാണ്, എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇതാണ് ഇങ്ങനെ കാര്യങ്ങൾ ഓരോന്ന് പറയുന്നത്. കാര്യങ്ങൾ വലിയ ആവേശമായി. കുറെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, പെന്തക്കോസ്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയണ്ട, നമ്മൾ മയത്തിൽ ഓർത്തഡോക്സിലെ ചില നന്മകൾ പറഞ്ഞാൽ മതി, അത് ഇയാളാണ് തീരുമാനിക്കുന്നത്, ഞാൻ എന്ത് പറയണത് ഇവനാണ് തീരുമാനിക്കുന്നത്. കാരണം പുള്ളിയുടെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ പെന്തക്കോസ്തിന് എന്താ ചെയ്യുന്നത്, ഇയാളുടെ സൗകര്യത്തിലാണ് ഇവിടെ ലൈവ് ചെയ്യാനിരിക്കുന്നത്. ഇദ്ദേഹം അത് കഴിഞ്ഞ് വിഷമം കയറി ഓർത്തഡോക്സ് പള്ളിയിൽ ചെന്നു. ഒരു 2 വർഷം മുമ്പുള്ള ഒരു ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് ചെന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രാവശ്യം ചെന്നു. 3ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ അച്ഛൻ വിളിച്ചു. ഞാൻ പേരൊന്നും പറഞ്ഞില്ല. അച്ഛൻ വിളിച്ചു പറഞ്ഞു, നിന്റെ ഭാര്യയും പിള്ളേരും ഒക്കെ എന്ത് ചെയ്യും, നീ ഇവിടെ ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ടുണ്ട കാര്യം. ഇയാൾക്ക് വലിയ വിഷമായിട്ട് ഇയാൾ എന്നെ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ അത് ഇത് തമ്മിലൊന്നും ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു മയത്തിലൊക്കെ. ഞാൻ നിങ്ങളുടെ സൗകര്യത്തിന് പറയാൻ നിൽക്കുന്നതല്ല, എന്റെ ബോധ്യങ്ങൾ കൺവിക്ഷൻസ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് വേണേ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണം. അന്ന് തൊട്ട് ഇയാള് എന്റെ ശത്രുവായിട്ട് ഈ യൂട്യൂബിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് കമന്റുകൾ എഴുതിക്കൊണ്ടിരിക്കുക. കാരണം ഈ ട്രൂ ചർച്ചിന്റെ ഒരു പ്രത്യേകത, നാട്ടിൽ നിന്ന് ഒരു സഹോദരിയാണ്. ആ സഹോദരിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ചർച്ചിൽ ചേരണോ എന്നുള്ളതിനെ പറ്റി ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഏതാ, ഓർത്തഡോക്സിൽ നിന്ന് പെന്തക്കോസ്തിൽ പോയതാ. ഇപ്പൊ തിരിച്ച് പെന്തക്കോസ്തിൽ നിൽക്കുന്ന ഗ്ലോറിയസ് ഗോസ്പൽ കേട്ടു, ഓർത്തഡോക്സിലോട്ട് തിരിക്കാൻ തീരുമാനിച്ചു, ഓർത്തഡോക്സിലോട്ട് മടങ്ങുക. അപ്പം ഇവർ എറണാകുളം ജില്ലയിലാണ്. ഈ എറണാകുളം ജില്ലയിലുള്ള ഈ സുറിയാനി സഭയുടെ പള്ളികളിൽ ഏത് പള്ളിയിൽ ഇടവാങ്ങത്ത് എടുക്കണമെന്ന് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതെന്താ, നിങ്ങൾ ഏത് പള്ളിയിലായിരുന്നു ആ പള്ളിയിലെ നിങ്ങൾക്ക് അംഗത്വം എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവര് ചിന്തിച്ചെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെന്തക്കോസ്തിലെ പോലെയാണെന്ന്, സൂപ്പർ മാർക്കറ്റ്, ഏത് സൂപ്പർ മാർക്കറ്റ് വേണം, തട്ടുകട വേണം, ഇതൊക്കെ തെരഞ്ഞെടുക്കാം. പെന്തക്കോസ്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പൊ തങ്കുവിന്റെ കൂടി ഒരു 6 മാസം കഴിയുമ്പോൾ ഇപ്പുറത്തോട്ട് മാറി അനി ജോർജിന്റെ അങ്ങോട്ട് ചെന്നു, ഒരു പ്രശ്നമില്ല, ബ്രദർ വന്നല്ലോ. അനി ജോർജിന്റെ അവിടെ കൂടി 2 ആഴ്ച കഴിയുമ്പം നേരെ IPC-ലോട്ട് ചെന്ന് കഴിഞ്ഞാൽ IPC-ക്കാർ പറയും, ആ സ്തോത്രം കൃത്യമായ ഒരു സ്ഥലത്തേക്കാണ്. ഈ ബ്രദർ ഇന്ന് മുതൽ നമ്മുടെ കൂടെ ആരാധിക്കും, എല്ലാവരും കൈ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും കൈ ഉയർത്തി സ്തോത്രം ചെയ്യും. അയാളുടെ അഡ്മിഷൻ റെഡിയായി. ഇയാള് 2 മാസം കഴിഞ്ഞ് അടുത്തടുത്ത് എന്ന് കഴിഞ്ഞാൽ അവിടെ സ്വീകരിക്കും. ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. പക്ഷേ അപ്പോസ്തോലിക സഭകളിൽ അങ്ങനെ ചെല്ലാൻ പറ്റത്തില്ല. നമുക്ക് ഏത് പള്ളി വേണമെങ്കിലും പോയി കുർബാന കൂടാൻ പോരാ. പക്ഷെ അവിടെ അങ്ങനെ മെമ്പർഷിപ്പ് ഒന്നും കൊടുക്കത്തില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ചോദ്യവും പറച്ചിലുമുണ്ട്. നീ എവിടുന്നാ വരുന്നത്? ആദ്യം വരെ ഞാൻ ഞാലിയാവഴി പള്ളിയിൽ. ഞാലിയാവഴി പള്ളിയിൽ നിന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നേ? അവിടെ പ്രശ്നം വല്ലതും ഉണ്ടോ? അതോ ജോലി സംബന്ധമായി ട്രാൻസ്ഫർ ആയതാണോ? എനിക്കിപ്പോ ജോലി എറണാകുളത്താ, അപ്പൊ എനിക്ക് ഓക്കെ. ഇനി എറണാകുളത്ത് സ്ഥിരം താമസമാണോ? അതെ, ഞാൻ വീട് മേടിച്ചു, ഞാൻ കാക്കനാട്ട് വീട് മേടിച്ചു. ഓക്കെ, നീ കാക്കനാട്ട് വീട് മേടിച്ചു. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാലിയാവഴി പള്ളിയിൽ ചെന്ന് അവിടുന്ന് ഒരു കത്തൊക്കെ മേടിച്ച് ഇങ്ങോട്ട് വാ. ആ ഞാലിയാവഴി പള്ളിയിൽ നിന്ന് കത്തുമൊക്കെ മേടിച്ച് ഇവിടെ എറണാകുളത്ത് നിന്ന് ഇവിടെ പ്രോസസ്സൊക്കെ ഉണ്ട്, അത് പരിഗണിച്ച് ആ പള്ളിയിൽ ഇടവക ചേരും. എത്ര കൃത്യമായത്! അതാണ് ചർച്ച്. മറ്റേന്ന് പറഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമില്ല. അന്നമ്മയുടെ സഭയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് തന്നെ പെണ്ണമ്മയുടെ സഭയിലോട്ട് പോയി. പെണ്ണമ്മയുടെ സഭയിൽ അപ്പൊ സൂസമ്മ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ സൂസമ്മയുടെ കൂടെ പോയി സൂസമ്മയുടെ സഭയിലെ ആളെ. ഈ രീതിയിൽ അലകഴിഞ്ഞ് നടക്കുന്ന യാതൊരു കെട്ടുപാടുമില്ലാത്ത കൂട്ടം. അപ്പൊ ഈ പെന്തക്കോസ്തില് 10-30 വർഷം നിന്നപ്പോ ഈ സ്ത്രീ ചിന്തിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള പള്ളിയിൽ പോകാം. സെന്റ് ഗ്രിഗോറിയസ് വേണോ, സെന്റ് മേരീസ് വേണോ, സെന്റ് തോമസ് വേണോ, ഇങ്ങനെ പള്ളിയെല്ലാം നോക്കി നടക്കുക. എന്നിട്ട് ഗ്ലോറിയസ് ഗോസ്പലിന്റെ പേജിലോട്ടൊരു മെസ്സേജ്, ഞാൻ ഇന്നുപോലെ ഓർത്തഡോക്സിലോട്ട് മടങ്ങാൻ തീരുമാനിച്ചു, ഏത് പള്ളി ചേരണമെന്നാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാ ഏറ്റവും നല്ല പള്ളി? ഏറ്റവും നല്ല പള്ളി എന്ന് പറഞ്ഞാൽ നിന്റെ ഇടവപ്പള്ളി ഏതാണോ അതാണ് പള്ളി. നീ എവിടുന്ന് ചാടിയോ അങ്ങോട്ട് മടങ്ങുക. കാരണം ഇതൊക്കെ പലർക്കും സംശയമുണ്ട്, അതുകൊണ്ട് ഇത് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ പെന്തക്കോസ്തുകാർ ചിന്തിക്കുന്ന പോലത്തെ പരിപാടി അല്ല ഇത്. ഇത് ട്രൂ ചർച്ചാണ്. യേശുക്രിസ്തു സ്ഥാപിച്ച സഭയാണ്. യേശുക്രിസ്തു സ്ഥാപിച്ച സഭ ആയതുകൊണ്ട് അങ്ങനെ നടക്കും. ഇത് വഴി വെച്ച് വെള്ളം കൊടുക്കുന്ന പരിപാടി അല്ലെന്ന് മനസ്സിലായില്ലേ? വഴി വെച്ച് വെള്ളം കൊടുക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നട്ടുച്ചയ്ക്ക് കിണറ്റിന്റെ കരയിൽ യേശു നിൽക്കുകയാണ്. അപ്പോ ഒരു സ്ത്രീ അതുവഴി വരിക, വെള്ളം കോരാൻ ഉച്ചയ്ക്ക് കോരുക.
യേശു കർത്താവിനെ കണ്ടു അവർ തമ്മിൽ സംസാരമായി. അപ്പൊ പുള്ളിക്കാരത്തിക്ക് കുറച്ച് മതബോധമുണ്ട്. മതബോധം എന്ന് പറഞ്ഞാല് ഈ ശമരിയക്കാര് ഈ നോർത്തേൺ കിങ്ഡത്തെ അസീറിയൻകാര് പിടിച്ചോണ്ട് പോയി. ശലോമോൻ രാജാവിന്റെ കാലശേഷം ഈ ഇസ്രായേൽ രണ്ടായിപ്പോയി, നോർത്തേൺ കിങ്ഡവും സദേൺ കിങ്ഡവും. സദേൺ കിങ്ഡം എന്ന് പറഞ്ഞാൽ 1.5 ഗോത്രവും നോർത്തേൺ കിങ്ഡത്തിൽ 10.5 ഗോത്രവും കിടക്കുക, വലുത് അവിടെയാണ്. പക്ഷെ സദേൺ ഗോത്രക്കാരുടെ ഈ തെക്കൻ രാജ്യത്താണ് യെരുശലേം ദൈവാലയം നിൽക്കുന്നത്. അതുകൊണ്ട് വടക്കൻ പ്രദേശത്തുള്ള ഒരു തെക്കൻ പ്രദേശത്തോട്ട് ആരാധനയ്ക്ക് വരണം. അങ്ങനെ എല്ലാ കൊല്ലവും 2-3 പ്രാവശ്യം തെക്കോട്ട് വന്നു കഴിയുമ്പം ഈ തെക്കിനോടൊരു ആഭിമുഖ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് പാകിസ്ഥാൻകാർ ചികിത്സയ്ക്കൊക്കെ ഇന്ത്യ ബോംബെയിൽ വരുന്നിട്ട് തിരിച്ചു പോകുന്നത് ഇന്ത്യയെ പറ്റി വലിയ അഭിപ്രായത്തോടെ പോകുന്നത്. പാകിസ്ഥാൻകാർക്ക് അത് വലിയ തലവേദന, അതുകൊണ്ട് വിസ കൊടുക്കാറില്ല. ഇന്ത്യ വന്ന് കണ്ടിട്ട് പോയ എല്ലാ പാകിസ്ഥാൻകാരും ഇന്ത്യയെ പറ്റി ഹൈ ഒപ്പീനിയനുമായിട്ടാണ് പോകുന്നത്. എന്നിട്ട് ചെന്ന് പറയും, അയ്യോ എത്ര നല്ല രാജ്യമാണ് ഇന്ത്യ, എന്ത് സന്തോഷമാണ്, എന്ത്. അപ്പൊ പാകിസ്ഥാനിൽ അത് പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഈ തെക്കൻ രാജ്യത്ത് വന്ന് യെരുശലേം ദേവാലയവും കണ്ട് അവിടെ ആരാധനയും കൂടി അവിടെ നിന്ന് പാട്ടുപുസ്തകം മേടിച്ച് റിബണും മേടിച്ച് ബലൂണും മേടിച്ച് PP മേടിച്ച് തിരിച്ച് ഇവൻ അവിടെ വടക്കേ വെച്ച് പറയും, അയ്യോട്ടാ ദുരസമാണെന്ന് വിചാരിച്ച്. അപ്പൊ അങ്ങനെ ഈ തെക്കൻ രാജ്യത്തോടൊരു ആഭിമുഖ്യം ജനങ്ങളുടെ ഇടയിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് വടക്കൻ രാജ്യം ഭരിച്ചവരെല്ലാം ഓരോ പട്ടണത്തിലും പൂജാഗിരികളും വിഗ്രഹങ്ങളും വെച്ച് ജനങ്ങളെ വിഗ്രഹാരാധനയിലേക്ക് തിരിച്ചുവിട്ടു. കാരണം തെക്കോട്ട് ആളുകൾ പോകല്ലേ. ഈ മണറാട് പള്ളിയിലാണ് 8 നോയമ്പ് പെരുന്നാൾ തുടങ്ങുന്നത്. ഇവ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ചോദിച്ചു, ഈ മാതാവിന്റെ ജനനപ്പെരുന്നാളിന് നോയമ്പെടുക്കണോ, അതാണ് ഇതാണ്. ഇത് മാതാവിന്റെ ജനനപ്പെരുന്നാളിന് നോയമ്പൊന്നും എടുത്തതല്ല, മണറാട്ടുകാർക്ക് പള്ളിയില്ലായിരുന്നു. ഈ മണറാട്ടുകാർക്ക് പള്ളിയില്ലെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മീനടംകാർക്ക് പള്ളിയില്ലായിരുന്നു. മണറാട് നാൾതാമസം ഇല്ലാന്ന് കാടായിരുന്നു. മീനടത്തൊരു വീട്ടില് ഒരടിയന്തരത്തിന് അച്ഛനെ കാത്തിരുന്നു. അച്ഛൻ വന്നില്ല. അന്നത്തെ കാലത്ത് അച്ഛന്മാരൊക്കെ കുറവാണ്, ബസ് സർവീസ് ഒന്നുമില്ല, നടന്നും പിടിച്ചുമൊക്കെ വേണം വരാൻ. ഇവർ വൈകുന്നേരം വരെ കാത്തിരുന്നിട്ടും അച്ഛൻ വന്നില്ല. അപ്പൊ അച്ഛൻ വന്ന് ശുശ്രൂഷ ചെയ്യാൻ നടക്കാത്തതിൽ വളരെ ദുഃഖത്തിൽ അവരിരുന്നു. പിന്നെ അവർ തീരുമാനിച്ച് നമുക്കൊരു പള്ളി വേണം. അങ്ങനെ ഒരു പള്ളി കിട്ടാൻ വേണ്ടി അവർ 8 ദിവസം നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചു. 8-ാം ദിവസം അവർക്ക് എല്ലാവർക്കും, ആ നോയമ്പെടുത്ത എല്ലാവർക്കും ഒരുപോലെ ദർശനം ഉണ്ടായി. ഒരു വെളുത്ത പശുവും കിടാവും കിടക്കുന്ന സ്ഥലമുണ്ട്. അങ്ങനെ അവർ ഈ കാട്ടിക്കൂടെ ചൂരക്കാട്ടിക്കൂടെ എല്ലാം തപ്പി നടന്ന് മീനടംകാർ വെച്ചതാണ് ഈ മണറാട് പള്ളി. മണ്ടാട്ടുകാർ വെച്ചൊന്നുമല്ല, മണ്ടാട്ട് ആളുമില്ല. അങ്ങനെ മീനടംകാർ തപ്പി വന്നപ്പോൾ മണ്ടാട്ടി പശുവിനും കിടാവിനും കണ്ട് അവർ പള്ളി വെച്ചു. പിന്നെ എല്ലാ കൊല്ലവും ഇവർ ഈ ഓർമ്മയ്ക്ക് വേണ്ടി തുടങ്ങിയതാണ് 8 നോയമ്പ്. 8 നോയമ്പ് മണ്ടാട് പള്ളിയിൽ അങ്ങ് പ്രസിദ്ധമായി കഴിഞ്ഞപ്പോഴേക്കും ഈ സകല പള്ളിക്കാർക്കും അങ്ങ് അസൂയ. അവരുടെ ഇടവക്കാരെല്ലാം മണ്ടാട്ട് പള്ളിയിൽ പോകുന്നു, കുശുമ്പ്. അങ്ങനെ എല്ലാ പള്ളിക്കാരും 8 നോയമ്പ് തുടങ്ങി സ്വന്തമായിട്ട്. അവിടെ നോയമ്പുണ്ടായി, ഇവിടെ ഭയങ്കര അത്ഭുതകരമായ നോയമ്പാണ്. ഇതൊന്നുമില്ല, ഇത് മണ്ടാട്ട് പള്ളി തുടങ്ങിയാണ്, മണ്ടാട്ടുകാരുടെ നോയമ്പാണ്. പിന്നീട് അത് മാതാവിന്റെ ജനനപ്പെരുന്നാളായി, അതായി ഇതായി, ഇങ്ങനെ പല രീതിയിൽ കൊണ്ടുപോയതാണ്. സ്റ്റിൽ അതൊരു കാനോനിക്കൽ നോയമ്പൊന്നുമല്ല, അത് മണറാട് പള്ളി സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, തങ്ങളുടെ ഇടവക്കാർ അങ്ങോട്ട് പോകണ്ട എന്ന് കരുതി എന്നാൽ ഇവിടെ വെച്ചേക്കാം, അത് കുഴപ്പമില്ല. പക്ഷെ അത് പോസിറ്റീവാണ്. എല്ലാവരും ഇപ്പം 8 നോയമ്പ് എന്ന് പറഞ്ഞൊരു പോസിറ്റീവായ കാര്യം, അത് എല്ലാ പള്ളിയിലും നടക്കുന്നു. പക്ഷെ നോർത്തേൺ കിങ്ഡംകാർ ചെയ്തത് എന്താണ്, അവർ വിഗ്രഹം ഉണ്ടാക്കി വെച്ചു. ആളുകൾ തെക്കോട്ട് പോകല്ലേ. നോർത്തേൺ കിങ്ഡത്തിൽ മുഴുവൻ വിഗ്രഹം ഉണ്ടാക്കി അവിടെ ആളുകളെ തടഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ അസീറിയൻ ക്യാപ്റ്റിവിറ്റി, അസീറിയക്കാർ വന്ന് നോർത്തേൺകാരെ പിടിച്ചോണ്ട് പോയി അവരെ ബലമായിട്ട് മറ്റ് ജാതികളുമായിട്ട് ഇടകലർത്തി, മറ്റ് ജാതികളുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തി. അത് കഴിഞ്ഞ് അവിടെ പിടിച്ചു നിന്ന ആളുകളാണ് സമരിറ്റൻസ്. സമ്മിശ്ര ജാതിയായിപ്പോയി. പക്ഷെ അവർക്ക് ചെറിയ ചില ബോധങ്ങളൊക്കെ ഉണ്ട്. അവർ പിന്നെ ന്യായപ്രമാണത്തിലെ പ്രവചന പുസ്തകങ്ങളൊന്നും അംഗീകരിക്കത്തില്ല. ആദ്യത്തെ 5 പുസ്തകം മാത്രം അവർ ഹോൾഡ് ചെയ്തു. പിന്നെ അവരുടെ മക്കളുടെ ആ തലമുറകളാണ് ശമരിയൻസ് എന്ന് പറയുന്നത്. അവര് ഒരിക്കലും യഹൂദന്മാർ അംഗീകരിക്കുന്നില്ല. വിജാതിയരെക്കാൾ യഹൂദന് വെറുപ്പ് ശമരിയരോടായിരുന്നു. ആ ശമരിയ പട്ടണത്തിലാണ് യേശു കർത്താവ് ചെല്ലുന്നത്. ശമരിയയിൽ കൂടെ പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഇവർ വളഞ്ഞ് ഗലീല കടലിൽ കൂടെ പൊക്കോണം. കാരണം അങ്ങനെയാണ് അവരുടെ ഒരു യാത്ര. പക്ഷെ യേശു കർത്താവ് ശമരിയയിലൂടെ ചെന്നു. അങ്ങനെ ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു. അതിന് യേശു, ദൈവത്തിന്റെ ദാനം എന്താണെന്നും നിന്നോട് സംസാരിക്കുന്നവൻ ആരാണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ, നീ എന്നെ അറിഞ്ഞെങ്കിൽ. സ്ത്രീ അവനോട് യജമാനനെ, കണ്ടോ. അപ്പൊ ആദ്യം സ്ത്രീ അവനെ ഒരു യഹൂദൻ എന്നാണ് വിളിക്കുന്നത്. അല്പനേരം യേശു കർത്താവിനോട് സംസാരിച്ചപ്പോൾ അവരുടെ മനോഭാവം മാറി, സാറേന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനാണോ, ഇവനൊരു
ഈസ് മോർ ദാൻ ജസ്റ്റ് ആൻ അഡോണായി. ഒരു യജമാനൻ എന്നതിനേക്കാൾ അല്പം കൂടെ കൂടിയതാ. ആർ യു ഗ്രേറ്റർ ദാൻ അവർ ഫാദർ ജേക്കബ്? കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ വന്നു ഒരു സ്ത്രീ അവനോട്, യജമാനൻ എനിക്ക് ദാഹിക്കാതെ ഞാൻ കോരാതിരിക്കേണ്ടതിനും ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു. യേശു അവളോട് 16 വാക്യം, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരുവീൻ എന്ന് പറഞ്ഞു. ഇതാണ് യേശുക്രിസ്തു സ്ഥാപിച്ച സഭയുടെ ഇന്നത്തെ നയം. യേശു ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ആയിരുന്നെങ്കിൽ ഈ സ്ത്രീക്ക് വെള്ളം കൊടുക്കുമായിരുന്നോ ഇല്ലയോ? ഭർത്താവിനെ കൂടാതെ ഒരു സ്ത്രീ ഒരു പാസ്റ്ററുടെ അടുത്ത് വന്നാൽ ആ പാസ്റ്ററുടെ മനോഭാവം എന്തായിരിക്കും? അവളെ മുഖ്യ സഭയിലാക്കോ ഇല്ലയോ? നിങ്ങൾ ചിന്തിക്ക്. യേശു കർത്താവ് അങ്ങനെയൊന്നുമല്ല. കാരണം യേശു കർത്താവ് എന്തിനാ വന്നത്? ഹീൽ ചെയ്യാനാണ്. മുഴുവൻ ലോകത്തെ ഹീൽ ചെയ്യാമെന്നാണ്. അൺഅസ്യൂംഡ് ഈസ് ദ അൺഹീൽഡ് എന്നാണ് ഗ്രിഗോറിയോസ് പറഞ്ഞത്. അപ്പൊ അൺഅസ്യൂംഡ് ആയിട്ടിരിക്കാൻ കർത്താവ് വിടുന്നില്ല. കാരണം അത് അൺഹീൽഡ് ആയിപ്പോ. അപ്പൊ കർത്താവ് പറയാണ് മുഴുവനെ അസ്യൂം ചെയ്യണം. കർത്താവ് പറയാണ് നീ നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വാ. നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വാ. തുറന്ന് നിങ്ങൾക്കറിയാം എനിക്ക് ഭർത്താവില്ല. അപ്പൊ യേശു പറയുന്നത് നിനക്ക് ഭർത്താവില്ല, ശരിയാണ്. പക്ഷേ എന്താണ് കർത്താവ് ഫിക്സ് ചെയ്യാൻ വന്ന ഫാമിലി റിലേഷൻഷിപ്പാ, ഫാമിലിയാണ്. അപ്പൊ സാൽവേഷൻ ഹൗസ് ഹോൾഡിനാണ്, ഇൻഡിവിജ്വലിനല്ല. ഒരു വ്യക്തി ഇങ്ങോട്ട് വന്നാ നീ ഇഞ്ഞ് പോര്, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഈ ബ്രദർ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഇന്ന് മുതൽ ഈ ബ്രദർ ഇതാ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അല്ല ഈ സിസ്റ്റർ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ക്രിസ്തുവിന്റെ ആശയമല്ല. പെന്തക്കോസ്റ്റൽ സഭകൾ നടക്കുന്നത് ക്രിസ്തുവിന്റെ ചിന്തയ്ക്ക് വിരോധമായിട്ടാണ്. കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്, കുടുംബങ്ങളെ തകർക്കുക. കർത്താവ് ഈശോയുടെ ആദ്യത്തെ അടയാളം എവിടെയാ? ഒരു കുടുംബത്തിന്റെ, ഒരു വീടിന്റെ മുറ്റത്ത് ആദ്യത്തെ അടയാളം നടക്കും. സമയമായില്ല എന്ന് പറഞ്ഞിട്ട് പോലും, കാരണം ഒരു വിവാഹമാണ്, ഒരു പുതിയ ഫാമിലി ഉണ്ടാകുകയാണ്. ആ കുടുംബത്തിന്റെ അഭിമാനം, അവരുടെ സന്തോഷം. കർത്താവ് ഈശോമിശിഹ അതാ വന്നു. കർത്താവ് ഈശോമിശിഹ ഒരു കുടുംബത്തിന് വേണ്ടിയാണ് ആദ്യത്തെ അടയാളം ചെയ്തത്. ഇവിടെ ഇവളോട് പറയുകയാണ്, ഇവളെ വേണമെങ്കിൽ ഒരു സുവിശേഷകമായിട്ട് വേണം കൂടെ കൊണ്ടുപോകാം. കാരണം ഇവള് പിന്നെ ശമരിയ പട്ടണത്തിലൊക്കെ പോയി ജനത്തോട് പറയുന്നൊക്കെ ഉണ്ട്. വേറൊരുത്തനുണ്ട്, ഇനി പെണ്ണുങ്ങളോടുള്ള നയമായത് എന്നിപ്പം പറയുമോ? അതേ എന്റെ പൊന്നു ശുപാശ്ര, അത് ഈ സ്ത്രീകളോട് കർത്താനോ? നമുക്ക് നോക്കാം. ലൂക്കോസ് സുവിശേഷം 19 നോക്ക്. ഒരു പുരുഷൻ, അവൻ സ്ത്രീയല്ല, അവൻ യേശുവിനെ കാണണം എന്ന ആഗ്രഹം ഉണ്ടായി. അവൻ ചെന്നിട്ട് ഒരു കാട്ടത്തി മരത്തിന്റെ മുകളിൽ കയറി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. യേശു ആ മരത്തിന്റെ കീഴെ വന്നിട്ട് മുകളിലോട്ട് നോക്കി വിളിച്ചു, സക്കായിയെ നീ താഴേക്ക് ഇറങ്ങി വാ. പണ്ട് വേദോത്സവം വായിക്കാത്ത ഒരു പാസ്റ്റർ പ്രസംഗിച്ച, സക്കായിയെ നീ താഴേക്ക് ഇറങ്ങി വാ, നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കും എന്നിങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സക്കായി താഴേക്ക് ഇറങ്ങി വാ, സക്കായി താഴേക്ക് ഇറങ്ങി വാ. യേശു എന്താ അടുത്ത് പറഞ്ഞേ? സക്കായി, നമുക്ക് വീട്ടിലോട്ട് പോവാം. നിന്റെ വീട്ടിലോട്ട് ഞാൻ ഇന്ന് നിന്നോടുകൂടെ പാർക്കാൻ പോവാണ്. കാരണം നിനക്ക് വലിയ ഭക്തിയൊക്കെയാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ കാണണം, എന്നെ ഫോളോ ചെയ്യണം, ഇതൊക്കെയാണ് നിന്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് നിന്റെ വീടൊക്കെ ഒന്ന് നോക്കണം. കർത്താവ് രക്ഷ കൊടുക്കുന്ന കുടുംബത്തിന്. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിയിട്ട് വ്യക്തികളെ കുടുംബങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് തങ്ങളുടെ അനുയായികളാക്കി, അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ മനോരോഗികളാക്കി ആ കുടുംബത്തെ ഛിദ്രതയും ഭിന്നതയും കലഹവും ഉണ്ടാക്കുന്ന കൾട്ടാണ് ഇത്. അമേരിക്കയിൽ എനിക്കൊരു ഫാമിലി അറിയാം. ആള് സ്വർഗീയവേദിന്റെ അനുയായിയാണ്. സ്വർഗീയവേദിന്റെ അനുയായിയല്ല, അഡിക്റ്റഡ് ആണ്, അഡിക്ഷനാണ്. അവരുടെ ഫാമിലിയില് കൂടെയുള്ളവരോട് മിണ്ടത്തില്ല. കാരണം കൂടെയുള്ളവരെ
സത്യവിശ്വാസത്തിലാണ്. എന്തൊരു പകയാണെന്ന്. കാരണം കർഷാണ്, ശാപമാണെന്ന് പറയും. അപ്പൊ മനുഷ്യനും മനുഷ്യനായിട്ട് ബന്ധമില്ല, കുടുംബങ്ങളിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കുക. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം കൾട്ടാണ്. ഇതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കൾട്ട് ഗ്രൂപ്പുകളാണ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള സഭ എന്ന് പറഞ്ഞാൽ ആ പ്രശാന്തതയും ആ ഐക്യതയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുന്നതാണ് യഥാർത്ഥ സഭ. ഇപ്പൊ കത്തോലിക്ക സഭയിലുള്ള ഒരു ഫാമിലിയെ സംബന്ധിച്ച് അവർക്ക് ഈ പ്രശ്നമില്ല, ഒരു യാക്കോബക്കാരനെ സംബന്ധിച്ച് ഈ പ്രശ്നമില്ല. ഈ കൾട്ട് ഗ്രൂപ്പുകളിൽ പെടുന്നവർക്കാണ് ഭയങ്കര ഹൃദയത്തിൽ ബന്ധനം. എനിക്ക് കിട്ടുന്ന മെസ്സേജുകൾ ഒരുപാട്, ഈ വാട്സാപ്പിലൊക്കെ കിട്ടുന്ന ഒരുപാട് മെസ്സേജുകളുണ്ട്. അതിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു മെസ്സേജ്, ഞാൻ അതേക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നാ മൂരിയാട്, ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത മറ്റേ കൃത്യ സ്ഥലം എനിക്കറിയത്തില്ല, ചാലക്കുടിയാണോ ഇരിങ്ങാലക്കുടിയാണോ, മൂരിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സംഘടനയുണ്ട് അത്രേ, എംപറർ ഇമ്മാനുവേൽ. എനിക്ക് അതേക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ലൈവ് ചെയ്യണം, അതേക്കുറിച്ച് പറയണം, അതിൽ ഒത്തിരി പേര് അപകടത്തിൽപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മെസ്സേജ് എനിക്ക് കിട്ടി. ഒബ്വിയസ്ലി അതൊരു കൾട്ട് ഗ്രൂപ്പാണ്. ഇപ്പൊ അതേക്കുറിച്ച് പഠിക്കാൻ എനിക്ക് സമയം ചെലവഴിക്കാനും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കാരണം അനേക ആളുകൾ അതിൽ പെട്ടുപോകും. അതുപോലെ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജാണ് ശാന്തമ ദൈവത്തെ പറ്റി. അല്ലെ, നിങ്ങൾ എത്ര പേർക്ക് അറിയാം ശാന്തമ ദൈവത്തെ? ശാന്തമ എന്നൊരു ദൈവമുണ്ട്, തിരുവനന്തപുരത്ത് മറ്റാണ് തോന്നുന്നു. അപ്പൊ അവരിപ്പോഴും ഉണ്ടെന്നുള്ള എനിക്കറിയത്തില്ല, എനിക്ക് പുതിയ അറിവ്. അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചവരോട് ചോദിച്ചു, ശാന്തമ ഇപ്പോഴും ഉണ്ടോ? അവർ ശാന്തമ ഇപ്പോഴും ഉണ്ട്. ഈ ശാന്തമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ധനികരായ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായ ഒരു കൾട്ടാണ്. ശാന്തമ ഒരു സ്വർണം പൂശിയ കസേരയിൽ ഇങ്ങനെ ഇരിക്കും. ശാന്തമയുടെ മുമ്പിൽ പോയി എല്ലാവരും തൊഴണം. പിന്നെ ശാന്തമ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എല്ലാവരും വീടിന്റെ വാതൊക്കെ എഴുതി വെക്കണം. വെള്ളം കൊണ്ട് എഴുതിയാൽ മതി, അല്ല എണ്ണ കൊണ്ട് എഴുതിയാൽ മതി. ധൈര്യമുള്ളവർക്ക് പെയിന്റ് കൊണ്ട് എഴുതാം. 3 ഓപ്ഷനാണ്. ഇതായിരുന്നു ശാന്തമ ദൈവത്തിന്റെ ആദ്യകാലം. ഈ ശാന്തമ ദൈവത്തിന്റെ പരമഭക്തനായിരുന്നു എം.ഐ. യോഹന്നാൻ എന്ന് പറഞ്ഞ ആൾ. എം.ഐ. യോഹന്നാനും അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശാന്തമ ദൈവത്തിന്റെ അവിടുന്ന് കുറെ ആളുകളെ കൂട്ടിയിട്ട് എം.ഐ. യോഹന്നാൻ ഗ്രൂപ്പ് മാറി, ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ്, അവരങ്ങനെ മാറിപ്പോയി. ഇപ്പൊ ശാന്തമ ദൈവത്തിന്റെ ഉള്ള തുടക്കം അവിടെയായിരുന്നു. ശാന്തമയുടെ ശാന്തം ഇപ്പോഴും പരിപാടികൾ നടത്തുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം കൾട്ട് ഗ്രൂപ്പാണ്. ഈ എം.ഐ. യോഹന്നാൻ നടത്തുന്നത് ഒരു ഒന്നാന്തരം 916 കൾട്ടാണ്. കാരണം എം.ഐ. യോഹന്നാന്റെ കൂടെയുള്ള ആളുകള് ദമ്പതികളെ വിളിച്ച് ലൈംഗികതയുടെ ധ്യാനം നടത്തുകയാണ്. എം.ഐ. യോഹന്നാൻ തന്നെ പറയാണ്, പുള്ളി ഞെട്ടിപ്പോയി. കാരണം എം.ഐ. യോഹന്നാൻ അത്രയും പ്രായമായി, അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് ലൈംഗിക ക്ലാസ്സുകൾ നടത്താൻ താല്പര്യമില്ല. ഇപ്പൊ അതാണ് ആ കൾട്ടിനകത്ത് നടക്കുന്നത്. കാരണം ഇതെല്ലാം സഭയുമായും ക്രിസ്തുവുമായും വേർപെട്ടുപോയി. എം.ഐ. യോഹന്നാൻ തന്നെ പറയുന്ന വോയിസ് ക്ലിപ്പാണ് ഇവിടെ യൂട്യൂബിലൊക്കെ പ്രചരിക്കുന്നുണ്ട്, നിങ്ങൾ കേട്ടു നോക്ക്. സാമ്പത്തിക തട്ടിപ്പ്, ലൈംഗിക ചൂഷണം, അരാജകത്വം, ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല. ഇത് ക്രിസ്തുവിന്റെ സഭയല്ല. ഇതൊന്നും ഈ പെന്തക്കോസ്റ്റൽ സഭകളൊന്നും ക്രിസ്തുവിന്റെ സഭയല്ല. കാരണം അതെല്ലാം ഓരോ വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിൽ അവരതിൽ തന്നെ അവിടെ തന്നെ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അവരുടെ സ്വകാര്യ സ്വത്താണത്. കൾട്ടാണ്, പേഴ്സണാലിറ്റി കൾട്ടാണ്. ദാറ്റ് ഈസ് നോട്ട് ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് യേശു ക്രിസ്തുവിന്റെ സഭയല്ല. ഈ സ്വർഗീയ വിരുന്ന് ഒരിക്കലും യേശു ക്രിസ്തുവിന്റെ സഭയല്ല. അല്ല അല്ല അല്ല. ബാംഗ്ലൂരെ ഓന്ത് പാസ്റ്റർ നടത്തുന്നത് യേശു ക്രിസ്തുവിന്റെ സഭയല്ല. യേശു ക്രിസ്തുവിന്റെ സഭ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സഭയേ ഉള്ളൂ. അതാണ് അപ്പോസ്തലനായ പൗലൂസ് പറയുന്നത്, ആത്മാവൊന്ന്, വിശ്വാസമൊന്ന്, പ്രത്യാശയൊന്ന്, ശരീരമൊന്ന്, സ്നാനമൊന്ന്, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക. അത് അപ്പോസ്തോലിക സഭകളുടെ ഐക്യത്തിൽ നിങ്ങൾക്ക് കാണാം. ആ സഭകൾ തമ്മിൽ എപ്പോഴും കണ്ടിന്യൂസ് ഡയലോഗുണ്ട്. സുറിയാനി സഭയും കത്തോലിക്ക സഭയുമായിട്ടുള്ള ഡയലോഗ് 2000 വർഷത്തിന് ഇപ്പുറത്തും നടക്കുന്നുണ്ട്. പല വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഈ കഴിഞ്ഞതിന്റെ മുമ്പിട്ട വർഷം സുറിയാനി സഭ 1400 വർഷമായി ഭിന്നിച്ചിരിക്കുന്ന ഒരു വിഷയം, സുറിയാനി സഭയുടെ നിലപാടാണ് ശരിയെന്ന് കത്തോലിക്ക സഭ അംഗീകരിച്ചു. സുറിയാനി സഭയും കത്തോലിക്ക സഭയും കൂടെ കമ്പയർ ചെയ്യാൻ പോലും ഇല്ല. കാരണം ഏതാനും ലക്ഷം ആളുകൾ മാത്രം അംഗങ്ങളായിട്ടുള്ള ഒരു ചെറിയ സഭയാണ് സുറിയാനി സഭ. കത്തോലിക്ക സഭ കോടാനുകോടി ആളുകളുള്ള വലിയ സഭയാണ്.
ദൈവശാസ്ത്രജ്ഞന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും ഒക്കെ എണ്ണം നോക്കി എല്ലാ തരത്തിലും കത്തോലിക്ക സഭയാണ്. അത്ര ജയന്റ് ആണ്. പക്ഷെ ഈ ഡയലോഗിൽ ഈ ചെറിയ സഭയുടെ നിലപാടിനെ അംഗീകരിക്കുകയാണ് കത്തോലിക്ക സഭ. കാരണം അത് ഒരു കാരണത്തിൽ അംഗീകരിക്കേണ്ട ആവശ്യമില്ല, ഓടാന്ന് പറഞ്ഞ് ഓടിക്കാനുള്ളൂ. പക്ഷെ ഇത് ചർച്ചാണ്. കാരണം ഏക ശരീരമാണ്, ഒരു ശരീരത്തിന്റെ വിവിധ അവയവങ്ങളാണ്. അപ്പൊ ഒരു ശരീരത്തിന്റെ വിവിധ അവയവങ്ങളായിട്ട് ആത്മാവിന്റെ ഐക്യത, സമാധാന ബന്ധത്തെ കാപ്പാൻ ശ്രമിക്കുകയാണ്. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തിനായി, ഐക്യത്തിനായി, സ്നേഹത്തിനായി, സാഹോദര്യ ബന്ധത്തിനായി, ഒരുമയ്ക്കായി അദ്ദേഹം കൈകൾ നീട്ടിയിരിക്കുകയാണ്. എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ചേർക്കുകയാണ്. കാരണം കർത്താവിന് ഒരു സഭയുള്ളൂ. അപ്പൊ ലോകത്തുള്ള യഥാർത്ഥ അപ്പോസ്തോലിക സഭകളെല്ലാം അതിനോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇതിൽ നിന്ന് ആളുകളെ അടർത്തിക്കൊണ്ടുപോയിട്ട് പേഴ്സണാലിറ്റി കൾട്ട് നടത്തുന്ന അതെങ്ങനെ ക്രിസ്തുവിന്റെ സഭയാകും? ഇവര് ബൈബിളിൽ നിന്ന് കുറെ വാക്യങ്ങൾ എടുത്ത് ഇങ്ങനെ ആളുകളുടെ മുഖത്തോട്ട് വലിച്ചെറിയുന്നുണ്ടെന്നുള്ളൂ. അപ്പൊ ഇത് കുടിലതന്ത്രമാണ്. ഇത് ഒരിക്കലും ദൈവികമല്ല. ഇത് ക്രിസ്തുവിന്റെ സഭയല്ല. അപ്പൊ ക്രിസ്തുവിന്റെ സഭയാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഇഷ്ടമുള്ളിടത്ത് പോയി നമുക്ക് മെമ്പർഷിപ്പ് എടുത്ത് ക്ലബിൽ ചേരുന്നതല്ലേ. ഇപ്പൊ ഞാൻ ലയൺസ് ക്ലബിലെ മെമ്പറാണ്. എനിക്ക് ഇന്ന് തോന്നുകയാണ് ലയൺസ് ക്ലബ്ബ് വേണം. ഞാൻ റോട്ടറി ക്ലബ്ബിൽ പോയി ചേർന്നു. റോട്ടറി ക്ലബ്ബിൽ നിന്ന് എനിക്ക് തോന്നുന്നു വൈസ്മെൻസ് ക്ലബ്ബിൽ പോകണം. ഞാൻ വൈസ്മെൻസ് ക്ലബ്ബിൽ പോയി. അല്ലെങ്കിൽ ഞാൻ വേറൊരു, അവരാരും ചോദിക്കാറില്ല. പക്ഷെ നിങ്ങൾ ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ ചെന്നിട്ട് ചേരാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് വിവരം അറിയാം. ഈ തങ്കുവിന്റെ പള്ളിയിൽ നിന്ന് അനി ജോർജിന്റെ പള്ളിയിലോട്ട് പോകുന്നുള്ള എളുപ്പമല്ല. നിങ്ങളൊരു ഓർത്തഡോക്സ് പള്ളിയിൽ പോയി മെമ്പർഷിപ്പ് എടുക്കാൻ നോക്കുക. അപ്പൊ അറിയാൻ കാര്യം. അതാണ് ട്രൂ ചർച്ച്. നിങ്ങളൊരു കത്തോലിക്ക പള്ളി ചെന്ന് കയറി എന്നിട്ട് അച്ഛനോട് എന്ന് പറഞ്ഞു, അച്ഛൻ എന്നെ ഇവിടെ ചേർക്കണം എന്ന് പറയുമ്പോൾ അച്ഛൻ ചോദിക്കും, നീ ആരാ, നീ എവിടെ നിന്നാ വരുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറിജിനൽ സഭയിൽ അംഗമായിരിക്കണം. നിങ്ങൾ സഭയിൽ അംഗമായിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഒറിജിനൽ സഭയിൽ അംഗമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഒരു ഈ കർത്താവിന്റെ സഭയാന്ന് പറഞ്ഞുകൊണ്ടത്തിൽ പോയി ചേർന്നിട്ട് കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിൽക്കാം. കാരണം കർത്താവ് എല്ലാവരിലും പ്രവർത്തിക്കുന്നു. കർത്താവ് എല്ലാവരുടെയും ദൈവവും പിതാവുമാണ്. ആ ഒരു ബ്രോഡ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് നിൽക്കാം. പക്ഷേ കർത്താവ് ഒരു സഭ സ്ഥാപിച്ചിട്ടുണ്ട്. ആ സഭ എന്തിനാണ്? ദാറ്റ് ഈസ് ദ ഓൺലി ഏജൻസി ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടു ബ്ലസ് ദ വേൾഡ്, ടു എൻലൈറ്റൻ ദ വേൾഡ്. അപ്പൊ ലോകത്തെ പ്രകാശിപ്പിക്കാനും ലോകത്തെ അനുഗ്രഹിക്കാനും ദൈവത്തിന്റെ ഏജൻസിയാണ് സഭ. അത് ട്രൂ ചർച്ചാണ്. അതൊന്നു മാത്രമേ ഉള്ളൂ. ആ സഭയുടെ സ്നാനത്തെ അംഗീകരിക്കാതെ അവരെ പിടിച്ച് പിന്നെയും മുക്കിയിട്ട് വിഘടനമുണ്ടാക്കിയിട്ട് കുടുംബങ്ങളെ ചിത്രിപ്പിച്ച് അവരെയും കൊണ്ട് പേഴ്സണാലിറ്റി കൾട്ടുകൾ നടത്തുന്നത് എങ്ങനെ ക്രിസ്ത്യൻ ചർച്ചാവും? യാതൊരു ഉളുപ്പുമില്ലാതെ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ഫേസ്ബുക്കിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നതാണ് സഭ. ഏതാ സഭ? കഴിഞ്ഞ ദിവസം ഒരു ചർച്ചപ്പെട്ട അവർ പറയുന്നത് സഭ എന്തൊരു തമാശ എന്ന് പറയുന്നത്. അതെങ്ങനെ സഭയാകുന്നത്? ദാറ്റ് ഈസ് നോട്ട് ചർച്ച്. കാരണം യേശു ക്രിസ്തു ഒരുപാട് സഭയൊന്നും വെച്ചിട്ടുള്ള ഒരൊറ്റ സഭ വെച്ചിട്ടുള്ളൂ. ആ സഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിൽ അതിപ്പോഴും ഡയലോഗിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ആത്മാവിന്റെ ഐക്യത, സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക. അതിനുള്ള ക്രൈറ്റീരിയ പറയാണ്. വിശ്വാസം ഒന്ന്, കർത്താവൊന്ന്, പ്രത്യാശ ഒന്ന്, ശരീരം ഒന്ന്, ആത്മാവൊന്ന്, സ്നാനമൊന്ന്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. അതുകൊണ്ടാണ് നീസിയും ക്രീഡ് ഏറ്റുചൊല്ലുന്നത്. ഓർത്തഡോക്സ് സഭയിൽ ഓർത്തഡോക്സ് വിശ്വാസികൾ നീസിയും ക്രീഡ് ഏറ്റുചൊല്ലാണ്. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടമായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നിവിടെ ഓർത്തഡോക്സുകാരൻ ചെല്ലുമ്പോൾ അപ്പുറത്ത് റോമൻ കത്തോലിക്കക്കാരൻ നിന്നിട്ട് എന്താ പറയുന്നത്? അത് തന്നെ പറയും. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും. കണ്ടോ, അവിടെ വേറൊരു കാര്യം ഇരുന്ന് പറയല്ല. ഒരു വിശ്വാസം ഒന്ന്, പ്രത്യാശ ഒന്ന്, കർത്താവ് ഒരുവൻ, ശരീരം ഒന്ന്, ആത്മാവൊന്ന്, സ്നാനമൊന്ന്. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. ആകയാൽ
ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുക. അപ്പൊ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുന്നത് മാത്രമാണ് യഥാർത്ഥ സഭ. അവർ മാത്രമാണ് യഥാർത്ഥ. ദേ ഓൺലി ബിലോങ് ടു ദ ട്രൂ റിയൽ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വിഘടനം ഉണ്ടാക്കുന്നതൊന്നും കർത്താവിന്റെ സഭയിൽ. ഈ സത്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ അത് പ്രബോധിപ്പിക്കാം ഇങ്ങനെയുള്ള വിഘടിച്ചിരിക്കുന്നത്. പിന്നെ ഈ ട്രൂ ചർച്ചിനകത്തെ ക്യാൻസറസ് സെല്ലാണ് ഈ MI യോഹന്നാന്റെ ഗ്രൂപ്പ്, റിവൈവൽ ഫെലോഷിപ്പ്. അതുപോലെ സെന്റ് പോൾസ് എന്ന് പറഞ്ഞ് ഒരെണ്ണമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ക്യാൻസറസ് സെൽസ് ഉണ്ട്. അത് ട്രൂ ബോഡി ഓഫ് ക്രൈസ്റ്റിനെ ക്ഷയിപ്പിക്കുന്നതാണ്, ദുർബലപ്പെടുത്തുന്നതാണ്, ഛിദ്രിപ്പിക്കുന്നതാണ്, മലിനപ്പെടുത്തുന്നതാണ്. അവിടുന്ന് ഏണി വെച്ച ആളെ ഇറക്കുകയാണ്. അതായത് ഈ ഷിപ്പയിൽ ഇരിക്കുന്ന ആളുകളെ ഏണി വഴി ഈ മുങ്ങാൻ പോകുന്ന ചെങ്ങാടത്തിലോട്ട് ഇറക്കി വിടുന്ന ഏണികളാണ്. തൃശ്ശൂരിൽ നിന്നൊരു സഹോദരൻ എന്നെ വിളിച്ചു, ഒരു ജോജോ. ഈ ജോജോ എനിക്ക് അയച്ച മെസ്സേജ്, അദ്ദേഹത്തിന് കുഞ്ഞുണ്ടായിട്ട് 8 വർഷമായി. MI യോഹന്നാൻ പറഞ്ഞു മാമോദിസ മുക്കണ്ട. കാരണം MI യോഹന്നാന്റെ കൂട്ടായ്മക്കാരനാ. ഗ്ലോറിയസ് ഗോസ്പൽ കേട്ടോ മാമോദിസയുടെ, ഞാനും ബ്രദർ സജിത്തും കൂടെ മാമോദിസയെ പറ്റി ചെയ്യുന്ന ചർച്ച കേട്ടപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്കൊരു മെസ്സേജ് അയച്ചു. എനിക്ക് വിചിത്രമായിട്ട് തോന്നി. മാമോദിസയുടെ ആവശ്യമില്ലെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ മാമോദിസ മുക്കിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യണം പാസ്റ്ററെ? കൊച്ചിന് വയസ്സെട്ടായി, പള്ളി പോക്കില്ല, MI യോഹന്നാന്റെ കൂട്ടായ്മയ്ക്കാണ് പോകുന്നത്. ഞാൻ ആ മെസ്സേജ് നേരെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ യൂലിയോസ് തിരുമേനിക്ക് അയച്ചു കൊടുത്തു. നിങ്ങൾക്ക് യു ക്യാൻ കൺഫേം വിത്ത് യൂലിയോസ് തിരുമേനി. ഇതാണ് സ്ഥിതി ഓർത്തഡോക്സ് സഭയ്ക്കകത്ത്. കാരണം ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളെ ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഏജൻസീസ് ആണ് പ്രബോധിപ്പിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ ഇടപള്ളി പോയി മാമോദിസ കൊടുത്ത് പള്ളിയായിട്ട് ചേർന്ന് പോവുക, യോനാച്ചനുമായിട്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ യോനാച്ചന്റെ ഈ കൂട്ടായ്മയിലെ സ്കാൻഡൽസ് ഒക്കെ പുറത്തു വന്നിരിക്കുന്നു. ഇതൊക്കെ കൾട്ടുകളാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക, സ്വതന്ത്രരാകുക. നിങ്ങൾ ട്രൂ ചർച്ചിൽ മാത്രമേ നിൽക്കാവുള്ളൂ. നിങ്ങളൊരു കാത്തലിക് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കത്തോലിക്ക ഇടവകയോട്, ആ ഇടവക ദേവാലയത്തോട് ചേർന്ന് നിൽക്കുക, അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അവിടെയാണ് നിങ്ങൾക്ക് ശാശ്വതമായ അനുഗ്രഹങ്ങളും സമാധാനങ്ങളും കൽപ്പിക്കപ്പെടും. നിങ്ങളൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹം തേടി ശാന്തമ്മയുടെ അവിടെയോ യോഹന്നാന്റെ അവിടെയോ പോകാതെ നിങ്ങളുടെ പള്ളിയിൽ പോവുക. നിങ്ങളുടെ പള്ളിയിലാണ് നിങ്ങൾക്ക് അനുഗ്രഹം ഉള്ളത്. ഗോ ടു യുവർ ചർച്ച്. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം. കർത്താവ് പറഞ്ഞു വേണ്ട, നീ നിന്റെ വീട്ടിൽ പോ. കർത്താവ് പറഞ്ഞു തന്നെയാ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ പള്ളികളിലേക്ക് പോവുക, നിങ്ങളുടെ വീടുകളിലേക്ക് പോവുക, നിങ്ങളുടെ ഇടവകളിലേക്ക് പോവുക. ഇറ്റ് വാസ് എ നോബിൾ വിഷ്. കർത്താവ് പെന്തക്കോസ് പാസ്റ്റർ അല്ലെന്ന് പിന്നെ തെളിയിക്കുക. പെന്തക്കോസിലെ പാസ്റ്ററാണ് പറയാം, ആ ബ്രദർ പോർട്ട് നമ്മളോട്, നമ്മുടെ ടീമിന്റെ ഒരു കോർഡിനേറ്റർ ആയിട്ട് വാന്റെ ഫ്രണ്ടിലോട്ട് ഇരുന്നോളം പറയും. കർത്താവ് പറഞ്ഞല്ല, ഇവിടെ ആവശ്യം നീ നിന്റെ വീട്ടിൽ പോവുക. ഐ ആം സെൻഡിങ് യു ബാക്ക്. ഗ്ലോറിയസ് ഗോസ്പലിന്റെ മിഷൻ അതാണ്. ചിതറിപ്പോയിരിക്കുന്നവരെ തിരികെ റിസ്റ്റോർ ചെയ്യിക്കുക, അവരവരുടെ ഇടങ്ങളിലേക്ക്, അവരവരുടെ ഇടവകകളിലേക്ക്, അവരവരുടെ പള്ളികളിലേക്ക് തിരിച്ചയക്കുക. അത് സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്കും അതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെന്നറിയാം. പക്ഷേ സോറി, നിങ്ങൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ഈ മിഷൻ തുടർന്നുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ദ ട്രൂ ചർച്ച്. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാസ്. പിന്നെ ഉള്ളത് ബൈബിളിനെ പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണ. ബൈബിളിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ, മുസ്ലിങ്ങൾക്ക് ഖുറാനെ പറ്റി ഒരു ധാരണയുണ്ട്. മുസ്ലിങ്ങൾ പറയുന്നത് ഖുറാൻ എന്ന് പറയുന്നത് അവിടെ അള്ളാഹു നേരിട്ട് എഴുതി കൊടുത്ത, അതായത് ഒരു അൺആൾട്ടേർഡ് ആയിട്ട് ഏറ്റവും ശുദ്ധമായ അവരുടെ തിരുവെഴുത്താണ്, ദൈവവചനങ്ങളാണ്. നമുക്കതിലെതിരില്ല, യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അത് അവരുടെ മതമാണ്, അവരുടെ മതഗ്രന്ഥമാണ്, അവരുടെ വിശ്വാസമാണ്, അവരുടെ ബോധ്യമാണ്. പക്ഷേ ക്രിസ്ത്യാനി ഒരിക്കലും ബൈബിളിനെ അങ്ങനെ കാണുന്നില്ല. അപ്പം മുസ്ലിങ്ങൾ എങ്ങനെ ഖുറാനെ കാണുന്നോ ആ തരത്തിൽ ബൈബിളിനെ കാണുന്ന വെസ്റ്റേൺ ക്രിസ്ത്യാനിയിലെ എന്താണ് തീവ്രവാദികൾ, അവര് പറഞ്ഞു ബൈബിളും ഇങ്ങനത്തെ ദൈവവചനമാണ്, സ്ട്രിക്ട്ലി ഇതെല്ലാം കൃത്യമാണ്, ഇതിനകത്തൊരു തെറ്റുമില്ല.
ബൈബിൾ ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ബുക്ക് എന്ന നിലയ്ക്ക് ഒക്കെ അവതരിപ്പിക്കാൻ തുടങ്ങി. ആദ്യകാലത്തൊക്കെ അത് വിജയിച്ചു. പക്ഷെ ആധുനിക കാലത്ത് റാഷണൽ തിങ്കിങ് വന്നപ്പോൾ, ശരിയായ വിശകലനങ്ങൾ വന്നപ്പോൾ ഇവരുടെ വാദങ്ങൾ പലതും പൊളിയാൻ തുടങ്ങി. അപ്പൊ ഈ പാശ്ചാത്യ പ്രൊട്ടസ്റ്റന്റുകാര് ബൈബിളിനെ എടുത്തങ്ങ് ഉള്ളതിനേക്കാൾ വലിയ സംഭവമാക്കി വെച്ചു. കാരണം ചില കരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ സകല രോഗത്തിനും മരണത്തിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും ദിവ്യ ഔഷധമാണെന്നോ മറ്റോ ഇസ്ലാമിക ഗ്രന്ഥത്തിൽ എവിടെയുണ്ട്. പക്ഷെ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. കരിഞ്ജീരകം കഴിച്ചാൽ എല്ലാ രോഗമൊന്നും മാറുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും അദ്വിതീയമാണ്, അതുല്യമാണ്, ആത്താണ്, ഈത്താണ്. ബൈബിളിന് യഥാർത്ഥത്തിൽ സഭ കൊടുക്കാത്ത വിശേഷണങ്ങളെല്ലാം ചാർത്തി കൊടുത്ത് ബൈബിൾ ആയിരിക്കുന്നതിനേക്കാൾ വലിയ പ്രസക്തിയിൽ അവതരിപ്പിച്ചു. എന്നിട്ട് എന്തു വേണ്ടി? നല്ല ആമ്പിള്ളാർ വന്ന് ബൈബിളിനെ വിമർശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ചരിത്രപരമായ തെറ്റുകൾ, അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നതിലെ പിഴവുകൾ, പൊരുത്തക്കേടുകൾ, വൈരുദ്ധ്യങ്ങൾ, കോൺട്രഡിക്ഷൻസ്, കോൺഫ്ലിക്റ്റുകൾ ഇതെല്ലാം പൊക്കി വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? യൂറോപ്പിൽ വ്യാപകമായി വിശ്വാസം ആളുകൾ ത്യജിച്ചു. എന്തുകൊണ്ടാണ്? ബൈബിളിന് കൊടുക്കേണ്ട സ്ഥാനമല്ല, കൊടുക്കരുതാത്ത സ്ഥാനം കൊടുത്തു. ഇപ്പൊ അത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. കേരളത്തിലും നമ്മുടെ അപ്പോസ്തോലിക സഭകളിലെയും ചില ആളുകൾക്ക് അത്തരത്തിലൊരു ധാരണ. ദൈവവചനമാണ്, ഇത് ഔഷധമാണ്, ഇത് സകലത്തിനും പരിഹാരമാണ്, സകലത്തിനും ഉത്തരമാണ്, സകലത്തും ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന ആളും. അങ്ങനെയൊന്നുള്ള ദിവ്യമായ അത്ഭുത ശക്തിയൊന്നും ഇതിനില്ല. ഇത് എഴുതി വെച്ചിരിക്കുന്ന ചരിത്രം, അത് തിയോളജി മനസ്സിലാക്കാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം നിങ്ങളെടുത്ത യോഹന്നാന്റെ സുവിശേഷത്തിലെ പുനരുത്ഥാനത്തിന്റെ വിവരണവും മത്തായിയുടെ സുവിശേഷത്തിലെ പുനരുത്ഥാനത്തിന്റെ വിവരണവും കൂടെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ പുനരുത്ഥാനത്തിന്റെ വിവരണം, അല്ലെങ്കിൽ 4 സുവിശേഷത്തിലെയും കൂടെ പുനരുത്ഥാനത്തിന്റെ വിവരണം ഒരുമിച്ച് ഒരു ബുക്കിൽ എഴുതിയിട്ട് നോക്കുക. ഒരുപാട് കോൺട്രഡിക്ഷൻസ്. ജനന വസ്തുത നോക്കുക, ജനനത്തെ സംബന്ധിച്ച് എഴുതിയിരിക്കും. അപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, അപ്പൊ ഈ തരത്തിൽ ഇവര് വർണ്ണിച്ചിരിക്കുകയാണ്, ഇത് ദൈവവചനമാണ്, അതാണ്. ഇപ്പൊ സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ബൈബിളിന്റെ പ്രസക്തി ഉള്ളത്. ഈ സഭയിൽ ബൈബിൾ വായിക്കുമ്പോൾ, നമ്മൾ പള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ ഓറൈത്തായുടെ പുസ്തകത്തിൽ നിന്നും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വായിക്കുമ്പോൾ എന്തോ ഒരു ഇമ്പം അത് കേൾക്കാൻ. അത് ആ രീതിയിൽ നമുക്കൊരു ആത്മീക അനുഭൂതിയും ഒരു വിശ്വാസവർദ്ധനയും ഒക്കെ കൊണ്ടുവരികയാണ്. പക്ഷെ ഈ ബൈബിളിനെ ആ പള്ളിയിൽ നിന്ന് മാറ്റി നമ്മൾ തെരുവിൽ കൊണ്ടുവച്ച് പരിശോധിച്ച് കഴിയുമ്പോൾ അപഹാസ്യരാകുകയാണ് ഇതും കൊണ്ട് പോകുന്നവർ. ഇപ്പൊ പാകിസ്ഥാന്റെ അതിർത്തിയിലോട്ട് 303 റൈഫിളുമായിട്ട് പോകുന്നവരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് 303 റൈഫിൾ എന്നാണ്? ഈ 303 റൈഫിൾ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ പോലീസുകാർ കൊണ്ടുവന്നൊരുമാതിരി തോക്കുണ്ടല്ലോ, ഇപ്പോഴും അത് തന്നെയാന്ന് തോന്നുന്നു, വലിയ നീളത്തിൽ. അത് ഒരു വെടി പൊട്ടണമെങ്കിൽ ഒരു 5-8 മിനിറ്റ് വേണം. 5-8 മിനിറ്റ് കൊണ്ടേ ഒരു വെടിയൊക്കെ അതായത് പൊട്ടി വരത്തുള്ളൂ. ഒരു വെടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി നേരം വേണം അടുത്ത പൊട്ടണേ. അപ്പൊ ഇതുമായിട്ട് നമ്മൾ പാകിസ്ഥാന്റെ അതിർത്തി വെടിവെക്കാൻ പോയത് ചെയ്യും. അപ്പൊ അതാണ് വിശ്വാസം യൂറോപ്പിൽ നഷ്ടപ്പെട്ടതിന്റെ പ്രധാന കാരണം. ബൈബിളിന് കൊടുക്കേണ്ടാത്ത സ്ഥാനം കൊടുത്ത് ഈ ബൈബിളാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞു. പക്ഷെ യഥാർത്ഥ സഭയുടെ അടിസ്ഥാനം ബൈബിൾ അല്ല. ബൈബിളിന്റെ അടിസ്ഥാനത്തിലല്ല സഭ നിൽക്കുന്നത്. സഭയുടെ വിശ്വാസ പ്രമാണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. നമ്മൾ ആദ്യം പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, 2 പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, 3 പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, 4 മാമോദിസായിൽ വിശ്വസിക്കുന്നു, 5 ഏകവും കാതോലികവും വിശുദ്ധവും ശ്ലൈഹികവുമായ സഭയിൽ വിശ്വസിക്കുന്നു, 6ാമത് മാത്രമാണ് ബൈബിളിൽ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ വിഘടിത ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ ഈ ഡിനോമിനേഷൻസിന്റെ ഒന്നാമത്തെ വിശ്വാസം ഞങ്ങൾ 66 പുസ്തകത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ അവരുടെ അടിസ്ഥാനവും ആധാരവുമായിരിക്കുന്ന ഈ ബൈബിൾ ഒരു തെറ്റുമില്ലാത്തതായിരിക്കേണ്ടതുണ്ട്. തെറ്റുകൾക്കോ വിമർശനങ്ങൾക്കോ അതീതമായി, യുക്തിഭദ്രമായി, പൊരുത്തക്കേടുകളില്ലാതെ, യാതൊരു വൈരുദ്ധ്യവുമില്ലാതെ ദൈവദത്തമായ, ദൈവത്തെ അതേപടി റിഫ്ലക്ട് ചെയ്യുന്ന അത്യത്ഭുതവും ഉദാത്തവും അതിശയകരമായ പുസ്തകമായിട്ട് ഈ ബൈബിളിനെ അവർ അവതരിപ്പിച്ചു. പക്ഷെ വിമർശന വേദികളിൽ അവർ അമ്പെ പരാജയപ്പെട്ടു. അവരുടെ വാദങ്ങൾ പാടെ പൊളിഞ്ഞുപോയി. അങ്ങനെ യൂറോപ്പ് ക്രിസ്ത്യാനിത്വത്തെ നിരാകരിച്ചു. വലിയ വിശ്വാസത്യാഗമുണ്ടായി. ഒരൊറ്റ കാരണമാണ്, ബൈബിളിന് കൊടുക്കേണ്ടാത്ത സ്ഥാനം ഇവർ കൊടുത്തു ഉയർത്തി. അപ്പോസ്തലിക സഭകളെ സംബന്ധിച്ച് ആ വിഷയമില്ല. കാരണം ബൈബിൾ സഭയ്ക്കകത്ത്
ചർച്ച ചെയ്യപ്പെടേണ്ട, പ്രബോധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. സഭയെ നയിക്കുന്നത് ബൈബിളല്ല, സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണ്. കാരണം സഭയെ നയിക്കുവാൻ, നിയന്ത്രിക്കുവാൻ, ബോധ്യപ്പെടുത്തുവാൻ എല്ലാം പരിശുദ്ധാത്മാവിനെയാണ് യേശു കർത്താവ് നിയോഗിച്ചിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് അവധിക്ക് പോയിട്ടില്ല. ആ പരിശുദ്ധാത്മാവ് ഇന്നും സഭയിലുണ്ട്. അപ്പൊ സഭയുടെ ബിഷപ്സ് കൗൺസിലിലൂടെയാണ് സഭയുടെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ട്രൂ ചർച്ച്. അതിനെയാണ് സുന്നഹദോസ് എന്ന് പറയുന്നത്. അപ്പൊ സുന്നഹദോസിന്റെ തീരുമാനങ്ങളിലൂടെയാണ് സഭ മുന്നോട്ട് പോകുന്നത്. സഭ ഒരിക്കലും സ്റ്റാറ്റിക് അല്ല, അത് ഡൈനാമിക് ആണ്, ഡൈനാമിക് മൂവ്മെന്റ് ആണ്. അതായത് 2000 വർഷം മുമ്പ് എഴുതിയ ഒരു കടലാസ് കഷ്ണത്തെ നോക്കിയിട്ട് അങ്ങനെ വെച്ചോണ്ടിരിക്കുക. ഇന്നിന്റെ തീരുമാനം അതാണ്. ഈ ഇസ്ലാമിക തീവ്രവാദികള് അവര് നബിചര്യ എന്നാ പറയുന്നത്, നബിചര്യ. ഇപ്പൊ നിങ്ങൾ ഈ ഇസ്ലാമുകളുടെ ഇടയിൽ ഇങ്ങനെ ഈ മേൽമീശ ഇങ്ങനെ വടിച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം മുഹമ്മദ് നബി അങ്ങനെയായിരുന്നു. ഇന്ന് മുഹമ്മദ് നബി ജീവിച്ചിരിക്കുകയാണ്, അത് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അന്നത്തെ ഏറ്റവും നല്ല കാര്യമായിരിക്കും അത്. ആട്ടുംപാല് മാത്രം കുടിക്കുക, ഈത്തപ്പഴം മാത്രം തിന്നുക, കല്ല് വെറുക്കി എറിയുക, ഇങ്ങനെയൊക്കെ. അതായത് 6-ാം നൂറ്റാണ്ടിൽ എന്തെല്ലാം അവർ ചെയ്തോ അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇവരെ സംബന്ധിച്ച് ഈ ബൈബിൾ മാനിയാക്സ് ആണ്. ബൈബിൾ മാനിയാക്സ് ഇവർ എന്ത് ചോദിച്ചാലും ബൈബിളിലുണ്ടോ? ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ്, പാസ്റ്റർ അപ്പോസ്തലനായ പൗലൂസ് മറിയത്തോട് പ്രാർത്ഥിച്ചതായിട്ട് ബൈബിളിലുണ്ടോ? ഞാൻ അവനോട് വിളിച്ചു ചോദിച്ചു, കായംകുളത്തിൽ നിന്ന് ഒരു ചെറുക്കനാ. ഞാൻ മെസ്സേജ് വന്നപ്പോൾ ഞാൻ നേരെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചാ, പൗലൂസിന്റെ എത്ര പ്രാർത്ഥന ബൈബിളിൽ? പൗലൂസ് പ്രാർത്ഥിച്ചല്ല ബൈബിളിലുണ്ടോ? പൗലൂസ് പല്ല് തേച്ചായിട്ട് ബൈബിളിലുണ്ടോ? അവൻ പറഞ്ഞില്ല. അവൻ പൗലൂസ് പല്ല് തേച്ചില്ലേ? എന്താ നിനക്ക് മനസ്സിലാക്കാതെ? സഭയ്ക്കകത്ത് സഭ വായിക്കുകയും സഭ പ്രബോധിപ്പിക്കുകയും സഭ വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ട പുസ്തകമാണ് ബൈബിൾ. അത് തെരുവിൽ കൊണ്ടുവച്ച് വലിച്ചഴച്ചപ്പോൾ യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി ഇറേസ് ചെയ്യപ്പെട്ടു. ആ ദുർഗതി കേരളത്തിൽ വരും. ഞാൻ പിന്നെയും പ്രവചിക്കുകയാണ്. ഇത് ഞാൻ വെറുതെ പ്രെഡിക്റ്റ് ചെയ്യുന്നൊന്നുമല്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് സംഭവിച്ചില്ല എന്നോട് ചോദിക്കാം. കാരണം കേരളത്തിൽ 30 വർഷം മുമ്പ് യൂറോപ്പിലെ എന്ത് കാലാവസ്ഥയാണോ ആ സെയിം കാലാവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ. സോഷ്യോ പൊളിറ്റിക്കൽ, ഇക്കണോമിക് എല്ലാം നിങ്ങൾ നോക്കുമോ. സാമൂഹികമായി, രാഷ്ട്രീയമായി, സാമ്പത്തികമായി, എല്ലാ രീതിയിലും, സാംസ്കാരികമായി 30 വർഷം മുമ്പ് യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി തകർന്നടിഞ്ഞതിന് സമാനമായ സാഹചര്യം കേരളത്തിൽ സംജാതമായിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് അപ്പോസ്തോലിക സഭകളുടെ പ്രബോധനം, അപ്പോസ്തോലിക സഭകളുടെ ശാക്തീകരണം മാത്രമേ ക്രിസ്ത്യാനിറ്റിക്ക് നിലനിൽക്കാനുള്ള മാർഗമുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പെട്ടിക്കട തങ്കുവിന്റെയും താരുവിന്റെയും ജോസിന്റെയും തിനുവിന്റെയും ബിനുവിന്റെയും ഒക്കെ ഈ ക്ലബുകൾക്ക് ഒരിക്കലും ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് നയിക്കില്ല. അത് അവർക്ക് മണി മേക്കിങ്ങിനുള്ള ഒരു ബിസിനസ്സാണ്. അവർ ഈ ബിസിനസ് പൊട്ടി അടുത്ത ബിസിനസ് തുടങ്ങും, വെള്ളക്കച്ചവടം തുടങ്ങും, അല്ലെങ്കിൽ അവർ അടുത്ത ബിസിനസ് തുടങ്ങും. ഒരു ബിസിനസ് പൊട്ടി അവർ അടുത്ത ബിസിനസ് തുടങ്ങും. അവർക്ക് നഷ്ടമില്ല. ഇത് കർത്താവിന്റെ സഭയാണ്. അപ്പൊ കർത്താവിന്റെ സഭയെ നിലനിർത്തണമെങ്കിൽ ക്രൈസ്തവരായ ആളുകൾ, ഞാൻ അക്രൈസ്തവരായ ആളുകളോട് പറയുന്നില്ല, ക്രൈസ്തവരായ ആളുകൾ മാത്രമാണ് എന്റെ പ്രബോധനം. പിന്നെയും ഞാൻ പറയുന്നു, അപ്പോസ്തോലിക സഭകളിൽ നിന്ന്, അപ്പോസ്തോലിക സഭകളുടെ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വീണിട്ടുള്ളവർ, ചങ്ങാടങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നവർ, അവരോട് മാത്രമാണ് ഈ പ്രബോധനം. വേറെ ഒരുത്തരും ഇങ്ങോട്ടൊന്നും പറയാൻ പോരണ്ട. കാരണം ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല. സുറിയാനി സഭയിൽ നിന്ന് പോയിട്ടുള്ള ആളുകളോടാണ് ഞാൻ പ്രബോധിപ്പിക്കുന്നത്. നിങ്ങൾ സുറിയാനി സഭയിലേക്ക് മടങ്ങുക. അതിനാണ് ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നത്. അതാണ് എന്റെ മിഷൻ. അതാണ് ഇവിടെ അപങ്കരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വേറെ ആരും എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് നിങ്ങളോട് പറയാൻ തൂതില്ല, മിഷൻ മെസ്സേജ് ഇല്ല. നിങ്ങളെ വിളിച്ചവരോട് പോയി ചോദിക്കുക എന്ത് ചെയ്യണം. കാരണം ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, എത്ര അപകടകരമായ അവസ്ഥയാണിത്, എത്ര ദയനീയമായ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഇന്നത്തെ സ്ഥിതി. അതുകൊണ്ട് ട്രൂ ചർച്ച് ഒരിക്കലും ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ട്രൂ ചർച്ച് ക്രിസ്തുവിന്റെ മനസ്സുള്ളതാണ്. അപ്പൊ ക്രിസ്തുവിന്റെ മനസ്സുള്ള ആ സഭ ഏകമാണ്, കാതോലികമാണ്, വിശുദ്ധമാണ്, അപ്പോസ്തോലികമാണ്. അപ്പോസ്തോലികമായ സഭ, കാതോലികമായ സഭ, വിശുദ്ധമായ സഭ, ഏകമായ സഭ നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചു. അതുകൊണ്ട് ആത്മാവിന്റെ ഐക്യം, സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുന്നത് ആരാണ്? ഈ അപ്പോസ്തോലിക സഭകളുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് അപ്പോസ്തോലിക സഭകളിലേക്ക് മടങ്ങുവാൻ പിന്നെയും സ്നേഹബുദ്ധിയ ഞാൻ ഉപദേശിക്കുന്നു, അപേക്ഷിക്കുന്നു.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.